ഞാൻ ഇന്ന് നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ താല്പര്യപ്പെടുന്ന വിഷയത്തിന് ഒരു തലക്കെട്ട് കൊടുത്താൽ കൈത്താങ്ങുന്നവരും കൈ താങ്ങുന്നവരും. 2 തിമോത്തിയോസിന്റെ ലേഖനം 4-ാം അധ്യായം 9 മുതൽ 22 വരെയുള്ള വാക്യങ്ങൾ ആധാരമാക്കിയാണ് ഞാൻ സംസാരിക്കാൻ താല്പര്യപ്പെടുന്നത്. എത്രത്തോളം അത് മുന്നോട്ട് കൊണ്ടുപോകാം എന്നെനിക്ക് അറിയില്ല. ഞാൻ പരമാവധി ഇന്ന് തന്നെ അതങ്ങ് തീർക്കാനാണ് താല്പര്യപ്പെടുന്നത്. 2 തിമോത്തിയോസിന്റെ ലേഖനത്തെക്കുറിച്ച് ഇവിടെയുള്ള ദൈവമക്കൾക്ക് ഒരു അറിവുണ്ട് എന്നതാണ് എൻ്റെ ചിന്ത. തിമോത്തിയോസിന് പൗലോസ് എഴുതിയ 2 ലേഖനങ്ങളും തീത്തോസിന് പൗലോസ് എഴുതിയ ലേഖനങ്ങളും പൊതുവെ ഇടയ ലേഖനങ്ങൾ എന്നാണ് അറിയപ്പെടുന്നത്. അങ്ങനെ പറഞ്ഞതുകൊണ്ട് സഭാ നേതൃത്വത്തിലുള്ളവർക്ക് മാത്രമായി നമ്മളത് പരിമിതപ്പെടുത്തരുത്. ദൈവസഭയിലുള്ള എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട വിലയേറിയ സത്യങ്ങളാണ് ദൈവത്തിൻ്റെ ആത്മാവ് ഈ ലേഖനങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. പൗലോസും തിമോത്തിയുമായിട്ടുള്ള ബന്ധം ഇവിടെയുള്ളവർക്കറിയാം. എങ്കിലും 1 തിമോത്തിയോസ് 1:2, 2 തിമോത്തിയോസ് 1:1 എന്നീ വാക്യങ്ങൾ പരിശോധിച്ചാൽ വിശ്വാസത്തിൽ നിജപുത്രനായ തിമോത്തിയോസിന് എന്നും പ്രിയമകനായ തിമോത്തിയോസിന് എന്നുമുള്ള സംബോധന കാണാൻ കഴിയും. സുവിശേഷം പറഞ്ഞ് സുവിശേഷത്താൽ തിമോത്തിയോസിനെ പൗലോസ് ജനിപ്പിച്ചു എന്നതിൽ നമ്മൾ ചിന്തിക്കുന്നതിൽ തെറ്റില്ല. അപ്പോൾ തന്നെ തിമോത്തിയോസിന്റെ അമ്മയുടെയും വല്യമ്മയുടെയും റോള് നമ്മൾ മറക്കാൻ പാടില്ല. അവരാണ് ആദ്യ പാഠങ്ങൾ ദൈവവചനത്തിൽ നിന്ന് തിമോത്തിക്ക് പറഞ്ഞു കൊടുത്തത്. പിന്നീട് പൗലോസും തിമോത്തിയുമായിട്ടുള്ള ബന്ധം നമുക്കറിയാം. തിമോത്തിയോസിനെ ശുശ്രൂഷയിൽ വളർത്തി എന്നുള്ളത് നമുക്കറിയാം. അത് സംബന്ധിച്ച് ധാരാളം കാര്യങ്ങൾ പറയാനുണ്ട്. എങ്കിലും നമ്മൾ എടുത്തിരിക്കുന്ന വേദഭാഗം ഏകദേശം ഒരു പൂർത്തീകരണത്തിലേക്ക് കൊണ്ടുവരാൻ ആമുഖമായി ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ തുടരാതെ വേഗത്തിൽ മുന്നോട്ട് പോകുവാനാണ് താല്പര്യപ്പെടുന്നത്. 2 തിമോത്തിയോസാണ് പൗലോസിന്റെ ഏറ്റവും അവസാനത്തെ ലേഖനം. 13 ലേഖനങ്ങൾ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. അതിൽ ഏറ്റവും അവസാനം രചിച്ച ലേഖനം 2 തിമോത്തിയോസാണ്. അതിൽ 4-ാം അധ്യായത്തിലേക്ക് വരുന്നതാണ് ഫൈനൽ വേർഡ്സ് ഓഫ് പോൾ. ഏകദേശം 30 വർഷത്തോളം ഈ കർത്തൃദാസൻ ശക്തമായ ശുശ്രൂഷയാണ് ചെയ്തത്. അതിൻ്റെ അവസാന ഘട്ടത്തിൽ റോമിലെ ഒരു കാരാഗ്രഹത്തിൽ ഒരു പ്രിസണറായി അദ്ദേഹം കർത്തൃവേല നിമിത്തം കിടക്കുകയാണ്. അതാണ് സന്ദർഭം. ഇത് തൻ്റെ 2ാമത്തെ കാരാഗ്രഹവാസമാണ്. അദ്ദേഹത്തിന് ഒരു കാര്യം ബോധ്യമായി. ഈ കാരാഗ്രഹത്തിൽ നിന്ന് അദ്ദേഹം പുറത്തു വരത്തില്ല. 1ാമത്തെ റോമൻ കാരാഗ്രഹവാസത്തിൽ അദ്ദേഹത്തിന് പ്രതീക്ഷയുണ്ടായിരുന്നു. അദ്ദേഹം പുറത്തു വരുമെന്ന്. അദ്ദേഹം അങ്ങനെ പുറത്തു വന്നു. എന്നാൽ ഈ 2ാം കാരാഗ്രഹത്തിൽ അങ്ങനെ ഒരു പ്രത്യാശ നമ്മൾ കാണുന്നില്ല. ദിവസങ്ങൾ അദ്ദേഹം എണ്ണുകയാണ്. ആത്മാവിൽ ചൂട് പോയിട്ടില്ല, വിശ്വാസം തണുത്തുപോയില്ല. എങ്കിലും അദ്ദേഹത്തിന് ശിരച്ഛേദം സംഭവിക്കും എന്നുള്ളതിൽ യാതൊരു നിലയിലും ഒരു തർക്കമില്ലാത്ത ഒരു സാഹചര്യമാണ് നമ്മൾ കാണുന്നത്. ഈ 2 തിമോത്തിയോസ് അദ്ദേഹം എഴുതുന്നത് ശരിക്കും തിമോത്തിയെ ഒന്ന് പ്രോത്സാഹിപ്പിക്കുവാൻ വേണ്ടിയാണ്. ഈ 4-ാം അധ്യായം നമ്മൾ ചിന്തിച്ചിട്ടുള്ളവരാണ് എന്നതുകൊണ്ട് ആദ്യത്തെ 8 വാക്യങ്ങൾ ഞാൻ 2 മിനിറ്റ് കൊണ്ട് പറയാം. എന്നിട്ട് 9-ാം വാക്യത്തിലേക്ക് പ്രവേശിക്കാം.
ആദ്യത്തെ 5 വാക്യങ്ങളുടെ മുഖ്യമായ സന്ദേശം ദൈവവചനത്തിന്റെ പ്രാധാന്യതയാണ്. 2-ാം വാക്യത്തിന്റെ ആദ്യ ഭാഗം, നീ വചനം പ്രസംഗിക്കണം. ദൈവസഭയോട് ഞാൻ പറയാം, കർത്തൃദാസന്മാർ മാത്രമല്ല, സഭയിലുള്ളവരും ഇതറിയണം. സഭയിലെ മുഖ്യ ശുശ്രൂഷ ദൈവവചന ശുശ്രൂഷയാണ്. ആളുകൾ കർത്താവായ യേശുക്രിസ്തുവിന്റെ ശുശ്രൂഷയെ പോലും തെറ്റിദ്ധരിക്കാറുണ്ട്. പൊതുവെ ആളുകൾ ചിന്തിക്കുന്നത് അവിടുന്ന് പ്രധാനമായി ചെയ്തത് രോഗസൗഖ്യമാണെന്നാണ്. തീർച്ചയായും നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിന്റെ ഐഹിക ശുശ്രൂഷയിൽ അവിടുന്ന് രോഗികളെ സൗഖ്യമാക്കി, ഭൂതങ്ങളെ പുറത്താക്കി. എന്നാൽ മുഖ്യമായ അവിടുത്തെ ശുശ്രൂഷ അവിടുന്ന് ഉപദേശിക്കുകയും ചെയ്തു, പ്രസംഗിക്കുകയും ചെയ്തു. ദൈവവചനത്തിന്റെ പങ്ക് നമ്മൾ മറന്നുപോകരുത്. ഈ സഭയോടുള്ള ബന്ധത്തിലും എനിക്ക് പറയാനുള്ളത്, നമ്മുടെ മുഖ്യമായ ശുശ്രൂഷ ദൈവവചന ശുശ്രൂഷയാണ്. തീർച്ചയായിട്ടും നമ്മൾ അത്ഭുത രോഗസൗഖ്യത്തിൽ വിശ്വസിക്കുന്നവരാണ്. നമ്മൾ കർത്താവിന്റെ അത്ഭുതങ്ങൾ രുചിച്ചറിഞ്ഞിട്ടുള്ളവരാണ്. എന്നാൽ മുഖ്യ ശുശ്രൂഷ ദൈവത്തിന്റെ വചനമാണ്. പ്രത്യേകിച്ച് ഈ 4-ാം അധ്യായത്തിന്റെ 3-ാം വാക്യത്തിൽ അന്ത്യകാലത്തിന്റെ ഒരു പ്രത്യേകത പൗലോസ് തിമോത്തിയോട് പറയുന്നു. കർണരസകരമാകുന്ന കാര്യങ്ങൾ കേൾക്കാൻ താല്പര്യമുള്ള കാലഘട്ടം വരും. അന്നേരം നീ വചനം പ്രസംഗിക്കണം. അതെങ്ങനെ പ്രസംഗിക്കണമെന്നുള്ളത് പിന്നെ അദ്ദേഹം പറയുന്നുണ്ട്. ഇതാണ് 5 വാക്യങ്ങളുടെ ഒരു ഉള്ളടക്കം. ഇതെല്ലാം 1-ാം വാക്യത്തിന്റെ വെളിച്ചത്തിലാണ്. പ്രസംഗിയുടെ പ്രസംഗത്തെ ക്രിസ്തുവിന്റെ ന്യായാസനത്തിന്റെ മുൻപിൽ വിലയിരുത്തും. ആകയാൽ വചനം പ്രസംഗിക്കണം. 6 മുതൽ 8 വരെയുള്ള വാക്യങ്ങളിൽ പൗലോസ് തൻ്റെ ജീവിതത്തെ 3 വീക്ഷണകോണുകളിൽ നിന്ന് വീക്ഷിക്കുന്നു. വർത്തമാനകാലം, ഭൂതകാലം, ഭാവികാലം. 6-ാം വാക്യത്തിൽ, ഞാനോ ഇപ്പോൾ തന്നെ പാനീയയാഗമായി ഒഴിക്കപ്പെടുന്നു, എൻ്റെ നിര്യാണകാലവും അടുത്തിരിക്കുന്നു. വർത്തമാനകാലത്തെക്കുറിച്ച് പറയുകയാണ്. മരണം അദ്ദേഹത്തിനൊരു ഭയമല്ല. വിശുദ്ധനും മരണമൊരിക്കലും ഭയമാകരുത്. സത്യമായിട്ടും ദൈവവചനവുമായി കൃത്യമായ ശുശ്രൂഷ ചെയ്ത ഈ ഭക്തൻ അവസാനം കിട്ടുന്നത് കാരാഗ്രഹമാണ്. അദ്ദേഹത്തെ കൊല്ലും. അദ്ദേഹം രക്തസാക്ഷിയാകാൻ പോവുകയാണ്. അത് തൻ്റെ ഹൃദയത്തെ വേദനിപ്പിക്കുന്നില്ല. മരണത്തെ അദ്ദേഹം നോക്കുക, എൻ്റെ നിര്യാണകാലം അടുത്തിരിക്കുന്നു. എന്നിട്ട് 7-ാം വാക്യത്തിൽ, ഞാൻ നല്ല പോർ പൊരുതു, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു. ഭൂതകാലം. കർത്താവായ യേശുക്രിസ്തുവിനെ കണ്ടുമുട്ടിയ അന്നു മുതൽ തൻ്റെ ആത്മീക ഓട്ടം തുടങ്ങി. നല്ല പോർ പൊരുതി, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു. നമ്മൾക്ക് ഏവർക്കും ഇതൊരു മാതൃകയാകണം. ഇങ്ങനെയാണ് നമ്മൾ ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെടേണ്ടത്. മരണഭീതി നമുക്ക് ആവശ്യമില്ല. മരണം എല്ലാവർക്കും ഉണ്ടാകും. ഒരിക്കൽ മരിക്കുകയും പിന്നെ ന്യായവിധി മനുഷ്യർക്ക് നിയമിച്ചിരിക്കുകയാണ്. കർത്താവിൻ്റെ വരവ് താമസമെങ്കിൽ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ഓൺലൈനിലും സൈറ്റിലുള്ള സകല ആളുകളും ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെടും. ഒരു ഭക്തൻ മരണത്തെ കാണുന്നത് എങ്ങനെയാണ്? ചില ദിവസങ്ങൾ മാത്രമേ അദ്ദേഹത്തിന് ഈ ഭൂമിയിൽ ബാക്കിയുള്ളൂ. കഴിഞ്ഞ കാലത്തെ അദ്ദേഹം വിലയിരുത്തിക്കൊണ്ട് എത്ര പ്രാഗൽഭ്യത്തോടെയാണ് പറയുന്നത്, വിശ്വാസം കാത്തു. തന്നെ ഒറ്റപ്പെടുത്തിയ അനേക അനുഭവങ്ങളുണ്ട്, വിമർശിച്ച അനേക അനുഭവങ്ങളുണ്ട്, ദേഹ ഉപദ്രവം വരുത്തി, എന്തെല്ലാം കാര്യങ്ങളോട് അദ്ദേഹം കടന്നുപോയി. പറയുന്ന കേട്ടോ, വിശ്വാസം ഞാൻ കാത്തു. 8-ാം വാക്യം,
അദ്ദേഹത്തിന്റെ ഭാവി പ്രത്യാശയാണ്. മരണാനന്തരം ജീവിതമുണ്ട്. വിശ്വസ്തരുടെ പ്രത്യാശ കണ്ടോ? ഇനി നീതിയുടെ കിരീടം എനിക്കായി വെച്ചിരിക്കുന്നു. അത് നീതിയുള്ള ന്യായാധിപതിയായ കർത്താവ് ആ ദിവസത്തിൽ എനിക്ക് നൽകും. എനിക്ക് മാത്രമല്ല, അവന്റെ പ്രത്യക്ഷതയിൽ പ്രിയം വെച്ച ഏവർക്കും കൂടെ. 8 വാക്യങ്ങൾ പൂർത്തീകരിച്ചു. ഇനി 9 മുതൽ 22 വരെയുള്ള വാക്യങ്ങളിൽ അദ്ദേഹം കുറെ ആളുകളുടെ ലിസ്റ്റ് പറയുകയാണ്. അദ്ദേഹത്തിന്റെ ശുശ്രൂഷയിൽ കൈത്താങ്ങൽ നൽകിയവരുണ്ട്, കൈ താങ്ങിയവരുമുണ്ട്. മരിക്കാൻ പോകുകയാണ്. അദ്ദേഹത്തിന്റെ ഓർമ്മയിലേക്ക് ഒരുപാട് വ്യക്തികളുടെ പേര് വരികയാണ്. അദ്ദേഹം അതെല്ലാം കുറിക്കുകയാണ്, തിമോത്തിയെ അറിയിക്കുകയാണ്. ഈ ഒരു പാസേജ് 9 മുതൽ 22 വരെയുള്ള വാക്യങ്ങൾ പലപ്പോഴും നമ്മൾ അവഗണിക്കുന്ന ഒരു പാസേജാണ്. കാരണം പെട്ടെന്ന് നമ്മളത് ശ്രദ്ധിക്കാതെ പോകുന്നു. ഇതിൽ അന്തർലീനമായിരിക്കുന്ന ആത്മീക സത്യങ്ങൾ പലപ്പോഴും നമ്മൾ അവഗണിക്കാറുണ്ട്. നമുക്ക് തന്നെ തോന്നിപ്പോവും ഇതൊക്കെ ഇങ്ങനെ എഴുതിയിരിക്കുമ്പോഴേ, ഇതിനകത്ത് ഇപ്പൊ എന്താ കിട്ടാനാ? കുറെ ആളുകളുടെ പേര്, തിമോത്തി, ദേമാസ് എന്നൊക്കെ പറഞ്ഞു തുടങ്ങിയാല് അതിനകത്ത് ഇപ്പൊ എന്താണ്? അപ്പൊ ഇൻട്രസ്റ്റ് വരത്തില്ല, ഒരു എക്സൈറ്റ്മെന്റ്, ഒരു ആവേശം നമുക്ക് തോന്നത്തില്ല. എന്നാൽ എന്റെ പഠനത്തിൽ എനിക്ക് മനസ്സിലായത് വളരെ ആഴമേറിയ കാര്യങ്ങൾ ഇതിനകത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന് ഒരിക്കലും തെറ്റുപറ്റത്തില്ല. ഓരോ വാക്കും വാക്യത്തിനകത്ത് വളരെ ആഴമേറിയ സത്യങ്ങളുണ്ട്. ഈ ആഴമേറിയ സത്യം എല്ലാം എനിക്ക് മനസ്സിലായി എന്നല്ല ഞാൻ പറയുന്നത്. എത്രമാത്രം നമുക്ക് ആഴത്തിലേക്ക് പോകാമോ അത്രമാത്രം നിധികൾ ഇതിനകത്ത് നിന്ന്, ഗുപ്തനിധികൾ പുറക്കിയെടുക്കാം. ഇതൊന്നും വെറുതെ അല്ല രേഖപ്പെടുത്തിയിരിക്കുന്നത്. ദൈവത്തിന്റെ വചനം പഠിക്കുന്നവർ മനസ്സിലാക്കേണ്ടത് സമ്പന്നവും ആഴവുമായ വിലയേറിയ മുത്തുകൾ ഇതിനകത്തുണ്ട്. അപ്പൊ ഇത് എഴുതുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കണം. ഈ 9 മുതൽ 22 വരെ മാത്രമല്ല, 4-ാം അധ്യായം മുഴുവനെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ, അല്ല ലേഖനം മുഴുവനും ശ്രദ്ധിച്ചാൽ, ഞാൻ പറയുന്ന വാക്കുകൾ ഞാൻ സൂക്ഷിച്ചാണ് പറയുന്നത്. നിങ്ങൾ ശ്രദ്ധിക്കുക. ബാറ്റൺ കൈമാറുകയാണ്. അതാണ് ശരിക്കും നടക്കുന്നത്. ഒരു ഘട്ടം മുഴുവനും ശുശ്രൂഷിച്ച പൗലോസ് താൻ വളർത്തിക്കൊണ്ടുവന്ന തിമോത്തിക്ക് ബാറ്റൺ കൈമാറുകയാണ്. ഇങ്ങനെ ഈ ബാറ്റൺ കൈമാറുന്ന സമയത്ത് തിമോത്തിക്ക് ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹത്തിന് പറഞ്ഞു കൊടുക്കണം. എന്തൊക്കെയാണ് റിയലി നടന്നത്? പ്രത്യേകിച്ചും ഇതിന്റെ ആശയം മുഴുവനും കൂടെ പറഞ്ഞാൽ ഇതൊരു ടീം പ്രവർത്തനമാണ്. പൗലോസ് ഒരു ശക്തനായ അപ്പോസ്തലനാണ്. അദ്ദേഹം ഗ്രൗണ്ട് ബ്രേക്കിംഗ് ആയിട്ട് പല സ്ഥലങ്ങളിൽ ചെന്ന് സുവിശേഷം പറഞ്ഞ് സഭകൾ സ്ഥാപിച്ചു എന്നുള്ളത് നമുക്കറിയാം. പക്ഷെ ഇതൊന്നും ഒരു ഒറ്റയാൻ പട്ടാളമല്ല. ഇവിടെ പേര് പറഞ്ഞിരിക്കുന്നവരെല്ലാവരും തന്റെ ശുശ്രൂഷയിൽ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ളവരാണ്. പോസിറ്റീവായിട്ടും ചിലർ നെഗറ്റീവായിട്ടും. ഒന്നാമത് നമ്മൾ ആ വാക്യങ്ങളിലേക്ക് ഇറങ്ങുന്നതിന് മുമ്പ് ഇത് മനസ്സിലാക്കണം. ചർച്ച്, മിനിസ്ട്രി, ഇതെല്ലാം ടീം വർക്കാണ്. ആണോ? പക്ഷെ ഈ ടീമിൽ തിങ്കളാഴ്ച തൊട്ട് ശനിയാഴ്ച വരെ ടീം വർക്കിംഗ് ആണോ? അവരവർ ചിന്തിക്കുക. അതോ ഞായറാഴ്ച ഒരു മെസ്സേജ് കേൾക്കാൻ വന്ന ടീമാണോ? ചിന്തിക്കുക. ഇത് കാര്യം മനസ്സിലാക്കുക. നമുക്കെല്ലാം അറിയാം, കൊരിന്ത് ലേഖനത്തിൽ പൗലോസ് ശരീരത്തെ, ഹ്യൂമൻ ബോഡിയെ എടുത്തുകൊണ്ട് ഇതൊരു ടീം വർക്കാണ്. എല്ലാവരും കൂടെ കോർഡിനേറ്റ് ചെയ്ത് ഓരോ അവയവങ്ങളും പ്രവർത്തിക്കുന്നു.
അതെല്ലാം തലയാകുന്ന ക്രിസ്തുവിന്റെ ആജ്ഞ അനുസരിച്ചാണ്. ഇറ്റ്സ് എ ടീം വർക്ക്. ബിബ്ലിക്കൽ അനാലജിയാണ്. എന്നാൽ ഇവിടെ യൗവനക്കാരൊക്കെ ഉണ്ട്. യൗവനക്കാരോട് ഞാൻ പറയാം, യൗവനക്കാർത്തികൾ പറയാം, പക്ഷെ യൗവനക്കാർത്തികളെക്കാൾ യൗവനക്കാർക്കാണ് കുറച്ചുകൂടെ ഞാനിപ്പോൾ പറയാൻ പോകുന്നത് മനസ്സിലാകുന്നത്. നിങ്ങളൊക്കെ ടീം സ്പോർട്ട് കളിക്കുന്നവരാണ് അല്ലേ? ഫുട്ബോൾ, ക്രിക്കറ്റ്, അതൊരു വൺ മാൻ ഷോ അല്ല. ഇത് മനസ്സിലാകാൻ വേണ്ടി പറയാം. ടീം എന്ന് പറഞ്ഞു, വാട്ട്സ് ദ മീനിങ് ഓഫ് ദിസ്? ബിബ്ലിക്കൽ അനാലജി ഉണ്ട്. ഇത് ഞാൻ പറയുന്നത് നാടൻ അനാലജി, നിങ്ങൾക്കൊന്ന് മനസ്സിലാകാൻ. വളരെ പ്രസിദ്ധരായ കളിക്കാരുണ്ട്. അവർ ഗോൾ അടിക്കുന്നത് നിമിത്തം അവർ പ്രസിദ്ധരാകുകയാണ്. ഞാൻ അവരെ ഒന്നും പേര് പറയുന്നില്ല, നിങ്ങൾക്കറിയാം. അവരാണ് ഗോൾ അടിച്ചത് ഫുട്ബോൾ. പക്ഷെ നിങ്ങൾക്കെന്ത് തോന്നുന്നു? ബാക്കി 10 പേരില്ലായിരുന്നെങ്കിൽ ഈ ഗോൾ അടിച്ചവൻ അടിക്കുമോ? ഇതാണ് ടീം പ്രവർത്തി. ഇനി ടീം ജയിച്ചാൽ ഗോൾ അടിക്കുന്നവനല്ല ട്രോഫി, ടീമിനാണ് ട്രോഫി. എതിരാളിയെ തോൽപ്പിക്കുന്നത് കോർഡിനേറ്റഡ് ടീം വർക്കാണ്. എനി ടീം സ്പോർട്ട്, യു ടേക്ക് ബാഡ്മിന്റൺ, യു ടേക്ക് ക്രിക്കറ്റ്, യു ടേക്ക് എനി ടീം സ്പോർട്ട്. ഇതെന്താണ് ആത്മീയത മനസ്സിലാകാത്തത് എന്നുള്ളത് എനിക്കറിയില്ല. പൗലോസ് ആത്മാവിൽ ഹ്യൂമൻ ബോഡിയെ എടുത്ത് പറയുന്നുണ്ട്, ഇറ്റ്സ് എ ടീം വർക്ക്. പക്ഷേ ഞാൻ കണ്ടത് ഞാൻ പറയാം, അപ്പനാക്കാം. സൗകര്യം ഉണ്ടെങ്കിൽ വരിക. ഇന്ന് മഴയില്ലാത്തതിനായി സ്തോത്രം. ഇനിയും വെയിൽ കൂടിപ്പോയാലും പ്രശ്നമാണ്. കാരണം AC ഇടണം, വലിയ പ്രശ്നങ്ങളാണ്. നീറുന്ന 101 പ്രശ്നമെന്ന്. സഭാപ്രവർത്തനം മുഴുവനും ടീമാണ്. വൺ മാൻ cannot do anything. നമ്മുടെ വിളി, നമ്മളിൽ വ്യാപരിക്കുന്ന കൃപകൾ, കൃപാദാനങ്ങൾ, ഇതെല്ലാം വ്യത്യസ്തമാണ്. ഇതെല്ലാം ഒരുമിച്ച് വരുമ്പോഴാണ് we represent Christ as a church. ശരിക്കും ഇവിടെ ആ ബാറ്റൺ കൈമാറുമ്പോൾ പൗലോസിന് തിമോത്തിയോട് പറയാനുള്ളത് ഈ ടീമിലുള്ള ആളുകളെ കുറിച്ചാണ്. എന്തെല്ലാം അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ അദ്ദേഹം അനുഭവിച്ചു എന്നുള്ളതാണ്. നമുക്കതുകൊണ്ട് ഒന്ന് ചേർന്ന് നോക്കാം. 9-ാം വാക്യം, വേഗത്തിൽ എന്റെ അടുക്കൽ വരുവാൻ ഉത്സാഹിക്കുക. ഡു യുവർ ബെസ്റ്റ് ടു കം ടു മീ സൂൺ. അതാണ് 9-ാം വാക്യം. ഒബ്വിയസ് ആണ്. പൗലോസ് ഈ കത്ത് എഴുതുന്നത് തിമോത്തിക്കായതുകൊണ്ട് തിമോത്തിയോസിനോടാണ് പറയുന്നത്, തിമോത്തി വേഗത്തിൽ എൻ്റെ അടുക്കൽ വരുവാൻ ഉത്സാഹിക്കണം. ശരിക്കും അതൊരു ഒരു അർജന്റ് അപ്പീലായിട്ടാണ്, ഒരു കമാൻഡ് പോലെ തന്നെയാണ്. താമസിക്കരുത്, നീ പെട്ടെന്ന് വാ എന്ന അർത്ഥത്തിലാണ് നമ്മൾ ഇത് കാണേണ്ടത്. താമസിച്ചു പോയാൽ വിഷയമാകും. അതിവിടെ മാത്രമല്ല. നിങ്ങൾ നോക്കിക്കേ, 2 തിമോത്തി 1:3, എന്റെ പ്രാർത്ഥനയിൽ രാവും പകലും ഇടവിടാതെ നിന്നെ സ്മരിച്ച് നിന്റെ കണ്ണുനീരോർത്ത് നിന്നെ കണ്ട് സന്തോഷപൂർണനാകുവാൻ വാഞ്ചിച്ചുകൊണ്ട് ഹി വാണ്ട്സ് ടു സീ തിമോത്തി. എന്നിട്ട് ഇപ്പൊ പറയാ പെട്ടെന്ന് വരാൻ. എന്നിട്ട് 21-ാം വാക്യം, 4:21, ശീതകാലത്തിന് മുൻപേ വരുവാൻ ശ്രമിക്കുക. അതെന്താണ്? വിന്റർ വരുന്നു. താമസിച്ചാൽ വിന്ററിൽ പെട്ടെന്ന് യാത്ര നടക്കത്തില്ല. നീ ലേറ്റായി പോകും വരാൻ. ക്വിക്ക് കം സൂൺ. അദ്ദേഹത്തിനെ കാണണം. വാത്സല്യമുള്ള ഒരു പിതാവിന്റെ ഹൃദയം നിങ്ങൾക്ക് കാണാൻ ഒക്കുമോ? ശുശ്രൂഷയിലേക്ക് കൊണ്ടുവന്നു, ടീമിൽ കൂടെ കൊണ്ടു നടന്നു, ഉപദേശങ്ങൾ പഠിപ്പിച്ചു. നമ്മളിതൊക്കെ ചിന്തിച്ചതാണ്. എൻ്റെ ജീവിതവും ഉപദേശവും നിനക്കറിയാമല്ലോ എന്ന്. നടപ്പ് ഉപദേശവും തിമോത്തിക്ക് നന്നായിട്ടറിയാം ഈ മെന്റോറിനെ. ഇപ്പൊ പറയാണ്, ശീതകാലത്തിന് മുമ്പ് നീ വേഗത്തിൽ വരണം. അർജന്റായിട്ട് പല കാര്യങ്ങൾ പറയാനുണ്ട്, അർജന്റായിട്ട് തിമോത്തിയെ കാണാനുണ്ട്. ഒരാത്മിക പിതാവിന്റെ ആ വാത്സല്യമാണ്. വേറൊരു കാരണമുണ്ട്. അത് 10-ാം വാക്യത്തിന്റെ ആരംഭത്തിൽ മലയാളത്തിൽ, ദേമാസ് ഈ ലോകത്തെ സ്നേഹിച്ചിട്ട് എന്നെ വിട്ട് തെസ്സലോനിക്കയിലേക്ക് പോയി.
ഒരു വാക്ക് ഇംഗ്ലീഷിലുണ്ട്, അത് വളരെ പ്രധാനപ്പെട്ട വാക്കാണ്. ഞാൻ 9ഉം 10ഉം കൂടെ വായിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഡു യുവർ ബെസ്റ്റ് ടു കം ടു മീ ക്വിക്ലി. എന്നിട്ട് 10ാം വാക്യം, ഫോർ Demas, because he loved this world, has deserted me and has gone to Thessalonica. For, നീ വേഗത്തിൽ വരണം, കാരണം ദേമാസ് ഈ ലോകത്തെ സ്നേഹിച്ചു, എന്നെ ഉപേക്ഷിച്ച് എന്നെ വിട്ടിച്ചും പോയി. അവിടെ നീ പെട്ടെന്ന് വരണം. ഒരു പ്രധാന കാരണം അത്. അടിയന്തരമായി വരണം. ശീതകാലത്തിന് മുമ്പ് തന്നെ നീ വരണം. ടീമിലെ അടുത്ത ഒരാളാണ് ദേമാസ്. അവിശ്വസ്തനായ ഒളിച്ചോട്ടക്കാരൻ. വിശ്വസ്തനായ തിമോത്തി 1 9ാം വാക്യത്തിൽ, 2 10ാം വാക്യത്തിന്റെ ആരംഭത്തിൽ അവിശ്വസ്തനായ ദേമാസ്, ഒളിച്ചോട്ടക്കാരൻ. ഇതാണ് പ്രധാന കാരണം. എനിക്ക് നിന്നെ വേഗത്തിൽ കാണണം. ദേമാസ് നിമിത്തമാണ്. ആദ്യം വിശ്വസ്തനെ പരിചയപ്പെടുത്തിയിട്ട് 10ാം വാക്യത്തിൽ അവിശ്വസ്തനെ പരിചയപ്പെടുത്തുകയാണ്. അപ്പൊ ഇവിടെ നിന്ന് നമ്മൾ ഗ്രഹിക്കേണ്ടത്, ദേമാസ് എന്ന് പറയുന്ന ഈ മനുഷ്യൻ പൗലോസിന് വളരെ പ്രയോജനപ്പെട്ട് കാണും ഒരു ഘട്ടം വരെ. പക്ഷേ പെട്ടെന്ന് പൗലോസിനെ ഉപേക്ഷിച്ചു, ചെയ്തുകൊണ്ടിരുന്ന ജോലിയും ഉപേക്ഷിച്ചു, അദ്ദേഹം പോയി. ആ സ്ഥാനം ഫില്ലപ്പ് ചെയ്യാനാണ് തിമോത്തിയോട് വേഗത്തിൽ വരുവാൻ അദ്ദേഹം പറയുന്നത്. ദേമാസ് എന്നെ വിട്ട് പോയി. ദേമാസിനെ കുറിച്ച് പലയിടത്തിൽ നമുക്ക് വായിക്കുവാനായിട്ട് കഴിയും. കൊലോസ്യ ലേഖനം 4-ാം അധ്യായം 12 മുതൽ 14 വരെയുള്ള വാക്യങ്ങളിൽ നമുക്ക് വായിക്കാൻ കഴിയും. പൗലോസിന്റെ ആദരണീയനും അടുപ്പമുള്ളവനുമായ കൂട്ടാളികളിൽ ഒരാളായി അദ്ദേഹത്തെ അവിടെ നമ്മൾക്ക് കാണാൻ കഴിയും. ഇതുപോലെ തന്നെ ഫിലെമോൻ 24-ാം വാക്യം, എന്റെ കൂട്ടുവേലക്കാരനായ മർക്കോസും അരിസ്തർക്കോസും ദേമാസും ലൂക്കോസും നിന്നെ വന്ദനം ചെയ്യുന്നു. ഒരു കാലഘട്ടം വരെ പൗലോസിന്റെ കൂടെ ഇരുന്ന് ശുശ്രൂഷ പഠിച്ച് പൗലോസിനെ സഹായിച്ച് സ്നേഹബന്ധത്തിലായിരുന്ന എ ഫെലോ വർക്കർ. വാട്ട് ഹാപ്പൻഡ് ടു ദിസ് മാൻ? ടീമിൽ എന്ത് പറ്റി? അദ്ദേഹം ലോകത്തെ സ്നേഹിച്ചു. അതാണ് പറയുന്നത്. ലോകത്തെ സ്നേഹിച്ചു, പൗലോസിനെ വിട്ടു. എന്നെ വിട്ടു എന്ന വാക്ക് പഠിക്കേണ്ട വാക്കാണ്. ഹി ഡെസേർട്ടഡ് മീ എന്ന് ഇംഗ്ലീഷിൽ. എന്നെ വിട്ടു എന്ന് പറഞ്ഞാൽ തീർത്തും ഉപേക്ഷിച്ചു, നിസ്സഹായനാക്കിയ സാഹചര്യത്തിൽ വിടുക. അങ്ങനെയൊക്കെ അർത്ഥം വരുന്ന വാക്കാണ്. ഏറ്റവും അനുചിതമായ സമയത്ത് വിടുക. ഒരു ദിവസം പോയി. ഇങ്ങനെയുള്ളവരും കർത്തൃവേലയിലുണ്ട്, സഭയിൽ ഉണ്ട്. അതിന് കാരണം എന്താ? ലോകത്തെ സ്നേഹിച്ചെന്ന് പറഞ്ഞാൽ പല കാര്യങ്ങളാണ് കേട്ടോ. അതിന്റെ ഒരു കാര്യം, ഒരാവേശത്തിനെടുത്ത ഒരു തീരുമാനമാണ് പൗലോസ് എന്ന് പറയുന്ന ഭക്തന്റെ കൂടെ നമുക്ക് നടക്കാം, ശുശ്രൂഷിക്കാം. പക്ഷേ കംഫർട്ട് സോൺ മാറി ഡിസ്കംഫർട്ടുകൾ വരാൻ തുടങ്ങിയപ്പോൾ ദേമോസിന് മനസ്സിലായി, നമുക്കൊരു ഭാവി വേണ്ടേ ബ്രദറെ. ഞാനതുകൊണ്ടങ്ങ് പോയി. ഇദ്ദേഹത്തോടു കൂടി ഇങ്ങനെ നടന്നു കഴിഞ്ഞാൽ അടിയിടിയുമല്ലാതെ ഒന്നുമില്ല. പിന്നെ ഇപ്പൊ കാരാഗ്രഹത്തിലുമാണ്. നമ്മൾ വല്ലോ ഇദ്ദേഹത്തിന്റെ സ്നേഹിതനാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാണി കിട്ടിയത് തന്നെ. ഉണ്ടോ? എങ്ങനെയുണ്ട് ടീമിലെ ഈ പ്ലെയർ? നിന്ദകളും പരിഹാസങ്ങളും ഒന്നും ഉൾക്കൊള്ളാൻ ദേമാസിന് കഴിഞ്ഞില്ല. കർത്താവായ യേശുക്രിസ്തു ഉപമകൾ പഠിപ്പിച്ചപ്പോൾ അവിടുന്ന് പറഞ്ഞു, വിതയ്ക്കുന്നവന്റെ ഉപമ. ചില വിത്തുകൾ പാറമേൽ വീണു. പാറ ഉള്ള സ്ഥലം, മേൽത്തട്ടിൽ സോയിലുണ്ട്. പെട്ടെന്നൊരു ഉണർവും ഒരു കിളിർപ്പും ഒക്കെ കണ്ടു. പക്ഷേ നട്ടുച്ചയ്ക്ക് ശക്തമായി വെയിൽ വന്നപ്പോൾ അത് വാടി, അത് തീർന്നു, അത് കഴിഞ്ഞു, ഉണർവെല്ലാം കഴിഞ്ഞു. അതെന്താണ്? ആഴത്തിൽ വേരില്ലാഞ്ഞത് കൊണ്ട് ഉണങ്ങിപ്പോയി. അവിടുന്ന് പഠിപ്പിച്ച ഈ ഉപമകളിൽ മറ്റൊരു സോയിലുണ്ട്. വിതയ്ക്കുന്നവൻ വിതയ്ക്കുകയാണ്. ചിലത്
മുള്ളിനിടയിൽ വീണു. അതെന്താണ്? എന്തൊരു ഉണർവ്! പെട്ടെന്ന് ശക്തമായൊക്കെ കിളിച്ചു. പക്ഷേ ഈ ലോകത്തിന്റെ ചിന്തകളും പണത്തിന്റെ കൊതിയും വന്ന് ഇതിനെ ഞെരുക്കി. വളരാനൊക്കത്തില്ല. ഇതുപോലൊരു പുള്ളിയാണ് ദേമാസ്. ഒരാവേശം, പക്ഷെ പ്രയോജനപ്പെട്ടില്ല. കാര്യങ്ങൾ അസ്വസ്ഥതകൾ ഉണ്ടായി, പരിഹാസവും നിന്ദയും സഫറിങ്സ് ഒക്കെ ഉണ്ടാകുമ്പോൾ he just left. യാതൊരു ഉത്തരവാദിത്വമില്ല. അയാൾ പൗലോസിനെ വിട്ടു. ലോകത്തെ സ്നേഹിച്ചു എന്ന് പറഞ്ഞാൽ ഈ ഭൂമിയെ സ്നേഹിച്ചെന്നല്ല അതിന്റെ അർത്ഥം. വസ്തു മേടിക്കാൻ പോയെന്നല്ല. ലോക വ്യവസ്ഥിതി, ലോകത്തിന്റെ ഇമ്പങ്ങൾ, ലൗകികമായത് ചിന്തിച്ചതിൽ ആകർഷിതനായി ദൈവത്തെക്കാൾ വലുത് ഇവിടത്തെ കാര്യമായി. അതായിരുന്നു അദ്ദേഹത്തിന്റെ പരാജയം. ലോകത്തിന്റെ മൂല്യങ്ങൾ, അത് അദ്ദേഹത്തിന് പ്രിയമായി. ഇതുപോലെ തന്നെയാണ് യേശുവിന്റെ ടീമിൽ ഉണ്ടായിരുന്ന ജൂഡാസ്. യേശുവിന്റെ കൂടെയാണ് നടക്കുന്നത്. യേശുവിനെ തള്ളി പറഞ്ഞു. ദേമാസ് പോളിന്റെ കൂടെയാണ് നടക്കുന്നത്. തള്ളി പറഞ്ഞു. ഈ ലോകത്തെ സ്നേഹിച്ചു. ഭയാനകമാണ്. എന്നിട്ട് അദ്ദേഹം തെസ്സലോനിക്കയ്ക്ക് പോയെന്ന് എന്നെ അവിടെ തന്നെ അറിഞ്ഞുകൂടാ, എഴുതിയിട്ടില്ല. ഒരു പക്ഷെങ്കിൽ വീട് എവിടെ ആയിരിക്കും? അല്ലെങ്കിൽ ചിന്തിച്ചത്, എടാ ഇതൊന്നും വേണ്ട, തെസ്സലോനിക്കയിലെങ്ങാനും പോകാം. പോയി കഴിഞ്ഞാൽ ആരും നമ്മളെക്കുറിച്ച് അറിയത്തില്ല. അവിടെ ഒളിച്ചും പാത്തും അവിടെ കാണും താമസിക്കാം. ഇവിടെ വന്ന പ്രശ്നമാണ്. തെസ്സലോനിക്കയ്ക്ക് പോയി. 1 യോഹന്നാൻ 2 നിങ്ങൾക്ക് അറിയാവുന്ന വാക്യമാണ്. എന്നാലും എടുത്തു വായിക്കുന്നു. ലോകത്തെയും ലോകത്തിൽ ഉള്ളതിനെയും സ്നേഹിക്കരുത്. ഒരുവൻ ലോകത്തെ സ്നേഹിക്കുന്നു എങ്കിൽ അവനിൽ പിതാവിന്റെ സ്നേഹം ഇല്ല. എന്റെ ചിന്തയിൽ പൗലോസിനെ മാത്രമല്ല ഉപേക്ഷിച്ചത്, പൗലോസ് പ്രസംഗിച്ച യേശുവിനെയും തിരസ്കരിച്ചു. ആൻഡ് ഹി ലവ്ഡ് ദ വേൾഡ്. ഇതൊരു പക്ഷെങ്കിൽ പെട്ടെന്നൊരു ദിവസം സുപ്രഭാതത്തിൽ അങ്ങനെ തോന്നിയല്ല. ഇത് നാളുകളായിട്ടുള്ളിൽ ഉണ്ടാകുന്നതാണ്. ഒരു യോഗം മുടക്കുമ്പോൾ നമുക്കത് തോന്നത്തില്ല. 2 യോഗം മുടക്കുമ്പോൾ തോന്നത്തില്ല. 3 സഭായോഗം ആണെങ്കിലും കുഴപ്പമില്ല. ഇത് മൊത്തം പിന്മാറ്റത്തിന്റെ ലക്ഷണങ്ങളാണ്. ഞാൻ പറഞ്ഞില്ലെന്ന് വേണ്ട. അല്ല, ഞാൻ പറഞ്ഞതുകൊണ്ടും അധികം പേർക്ക് അത് ഗുണമാകുമെന്നും എനിക്ക് തോന്നുന്നില്ല. പക്ഷെ പറയേണ്ട ഉത്തരവാദിത്വം ചുമതലയേണ്ടതാണ്. മനസ്സിലാവുന്നുണ്ടോ? മെല്ലെയാണ് ഇത് വരുന്നത്. ഈ രോഗം മെല്ലെയാണ്. ഒടുവിൽ സ്റ്റേജ് വരുന്ന നമ്മളെ തന്നെ ആശ്വസിപ്പിക്കും. അങ്ങനെ ഇപ്പം യോഗത്തിനെല്ലാം പോകുന്നതുകൊണ്ടാണോ ആത്മീയമാകുന്നത്? ഉണ്ടോ? നമ്മളെ ഒന്ന് ബലപ്പെടുത്തുക ഉള്ളിൽ. എന്തവാ ആദ്യത്തെ അരമണിക്കൂർ ഒരു പാട്ടുമൊക്കെ പാടണം. പിന്നെ അദ്ദേഹത്തിനൊക്കെ പ്രസംഗിക്കാൻ ആവേശം. ആ പുള്ളി ഒന്ന് എന്തൊക്കെയോ പറയും. ഇതെല്ലാം ഉള്ളൂ. അതിപ്പോൾ നമുക്ക് യൂട്യൂബിൽ എന്തെങ്കിലും കാണാമല്ലോ, അല്ലേ? ഇതാണ് ലക്ഷണം. വളരെ ആഗ്രഹത്തോടെയും പ്രാർത്ഥനയോടെയും ക്രിസ്ത്യൻ മദർഹുഡ് എന്ന വിഷയമെടുക്കാൻ ഒരു കർത്തൃദാസയെ വിളിച്ചു. അവർ കൃത്യം സമയം പാലിച്ചു വന്നു. ഓൺലൈനിൽ അനുഗ്രഹിക്കപ്പെട്ട ക്ലാസ് ആയിരുന്നു. ഞാൻ അന്തം വിട്ടുപോയി. ഒന്നും തോന്നല്ലേ? അല്ല, എനിക്കെന്നോ തോന്നാനാ, നിങ്ങൾക്ക് പോയി. എനിക്കെന്നോ തോന്നാനാ. ഇതിന്റെ ഫ്രൂട്ട് കൊയ്യും. ഞാൻ ആ സഹോദരി പറഞ്ഞ അന്തം വിട്ടുപോയി. എന്ത്? അവരുടെ മോളെ മെന്റർ ചെയ്ത് ഇവിടെയുള്ള നമ്മുടെ മക്കളാണ്. എടുത്തു പറഞ്ഞു ഡെബി മോളും ബെൻസി മോളും. അല്ല, ഇവരിവിടെ അല്ലായിരുന്നു. പക്ഷെ ഇവിടുത്തെ മറ്റേ പിള്ളേർക്ക് എന്താ മെന്ററിങ് പറ്റിയില്ലേ? മനസ്സിലാക്ക. കണ്ണ് ഇനിയെങ്കിലും തുറക്ക്. ഇനിയുമെങ്കിലും നമ്മുടെ മണ്ടത്തരം മനസ്സിലാക്ക്. ഇവിടെയുള്ള വചനങ്ങൾ ലോകവ്യാപകമായ ആളുകൾക്ക് ബ്ലെസ്സിംഗ് ആയി മാറുന്നു. നമുക്കോ ഒന്നും തോന്നല്ലേ? അല്ല, എനിക്കൊന്നും തോന്നാനില്ല. ദൈവവചനത്തിന് ശക്തിയുണ്ട്. വചനം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. ലോകവ്യാപകമായി ആളുകൾ ഏറ്റെടുക്കുന്നു. കർത്തൃദാസന്മാർ കൃത്യമായ ദൈവത്തിന്റെ വചന വെളിപ്പാടിലേക്ക് വരുന്നു. ഒരു ദിവസം കൊണ്ടല്ല പിന്മാറ്റം. ഇത് മെല്ലെയാണ് വരുന്നത്. ഒരു ദിവസം ഇതങ്ങ് പൊട്ടി പുറപ്പെടുന്നേ ഉള്ളൂ. ഇത് നാളുകളായിട്ട് ചിന്തിക്കും.
അപ്പൊ ഓർത്തോണം ഇത്. ഈ ന്യായങ്ങളും ഒക്കെ പറഞ്ഞ് ഓരോ കാര്യങ്ങളിൽ ഏർപ്പെടുമ്പോൾ ഓർത്തോണം, പിന്മാറ്റത്തിന്റെ ആദ്യ സ്റ്റേജുകളാണ്. നാം നമ്മെ തന്നെ സൂക്ഷിച്ചില്ലെങ്കിൽ അഭിഷക്തനായ പൗലോസ് 13 ലേഖനങ്ങൾ എഴുതി 3-ാം സ്വർഗത്തോളം എടുക്കപ്പെട്ട ഈ ശ്രേഷ്ഠ അപ്പോസ്തോലന്റെ കൂടെ നടന്ന പുള്ളി മറിച്ചടിച്ചു കളഞ്ഞു. ദേമാസ് ഈ ലോകത്തെ സ്നേഹിച്ചെന്ന്. മനസ്സിലാക്കുക ഇത്. പള്ളി വന്ന് 1.5 മണിക്കൂറോ ദൈവവചനം കേട്ടത് കൊണ്ടൊന്നും ആകില്ല. വചനത്തെ അപ്ലൈ ചെയ്യണം. അകത്തെ ഇരുട്ട് മാറുന്നത് ദൈവവചനത്താലാണ്. നാം കൊടുക്കേണ്ട ഒരു വിലയുണ്ട്, അത് കൊടുക്കണം. ശരിക്കും ഈ മനുഷ്യന്റെ ഈ പിന്മാറ്റം എന്ന വാക്യം ഉപയോഗിക്കുക, പോളിന് ഭയങ്കര ഡിസപ്പോയിന്റ്മെന്റും ഹൃദയ വേദനയുമായി എന്നുള്ളതിൽ ഒരു സംശയവുമില്ല. ആത്മനിറവിൽ എഴുതുകയാണ്, തിമോത്തി നീ പെട്ടെന്ന് വരണം. ദേമാസ് എന്നെ വിട്ടുപോയി, അവൻ ഈ ലോകത്തെ സ്നേഹിച്ചു. ഇത് ടീമിലെ പ്രശ്നമാണ്. ടീമിന്റെ ഇങ്ങനെയുള്ള ആളുകളുണ്ട്. എല്ലാ ശുശ്രൂഷകർക്കും ഇത് മനസ്സിലാകണം. നമ്മളെ കേട്ടുകൊണ്ടിരിക്കുന്ന ധാരാളം ശുശ്രൂഷകരുണ്ട്. This is part and parcel of the teamwork. There are many people who will not last till the final day. ശക്തന്മാരായ തിമോത്തി ഉണ്ട്. അവരെന്തോ വന്നാലും പെടുന്നില്ല. അവർ ദൈവത്തിന് സ്തോത്രം ചെയ്ത് അവരുടെ ജീവിതത്തെ കാക്കും. ദേമാസന്മാരുണ്ട്. അതുകൊണ്ട് ചിലത് സത്യവഴി വിട്ടിട്ട് പോകുമ്പോൾ നമ്മൾ ഓർക്കണം ഇങ്ങനെയുള്ള കാര്യങ്ങൾ. ഇതാണ് ശുശ്രൂഷ. ശുശ്രൂഷയിൽ ഇങ്ങനെയുള്ള അപകടങ്ങളുണ്ട്, പതിയിരിക്കുന്ന കുഴികളുണ്ട്. ദേമാസ് ഈ ലോകത്തെ സ്നേഹിച്ചു, എന്നെ ഉപേക്ഷിച്ചു. 10-ാം വാക്യം അതിന്റെ 2-ാം ഭാഗമാണെങ്കിൽ ഞാൻ 10-ാം വാക്യം മുഴുവനും വായിക്കാം. ദേമാസ് ഈ ലോകത്തെ സ്നേഹിച്ചിട്ട് എന്നെ വിട്ട് തെസ്സലോനിക്കയിലേക്ക് പോയി. അടുത്തൊരു ആള് ക്രെസ്കെസ് ഗലാത്യയ്ക്കും തീത്തോസ് ദാൽമേത്യയ്ക്കും പോയി. അപ്പൊ 10-ാം വാക്യത്തിന്റെ 2-ാം ഭാഗം ക്രെസ്കെസ്. കേട്ടിട്ടുണ്ടോ ഈ പേര്? എന്ത്? ക്രെസ്കെസ് കേട്ടിട്ടില്ലല്ലേ? അതാണ് പുള്ളിയുടെ പ്രത്യേകത. ഭയങ്കര ശുശ്രൂഷ ചെയ്ത മനുഷ്യനാണ്, ആരും കേട്ടിട്ടില്ല. അങ്ങനെയുള്ള ഒരു ടീമിലുണ്ട്. അവരുടെ സംഭാവനകൾ ആ കാലത്ത് ദൈവസഭകൾ അറിഞ്ഞെങ്കിലും സഭാ ചരിത്രത്തിൽ അവർ മറന്നു കിടക്കുക. അവരുടെ സംഭാവനകൾ ആരും തിരിച്ചറിയുന്നില്ല. അങ്ങനെയുള്ളവർ ടീമിലുണ്ട്. അവരാളാകാൻ വന്നതല്ല. അല്ല, എന്നാൽ എന്റെ പേരൊന്ന് എടുത്ത് പറയണം കേട്ടോ, എടുത്ത്. പറയാം. ക്രെസ്കെസ് ഗലാത്യയ്ക്കും, ഇത് 3-ാമത്തെ ആളാ ടീമിൽ. അധികം ഒന്നും ക്രെസ്കെസിനെ കുറിച്ച് എഴുതിയിട്ടില്ല. പക്ഷേ ഗലാത്യയ്ക്ക് പൗലോസ് അയച്ചു എന്ന് പറയുമ്പോൾ ഏതായാലും ദേമാസിനെ പോലെ ഓടിപ്പോയതല്ല, അയക്കപ്പെട്ടവനായി പോയതാണ്. അതിനകത്തൊരു ദൂതില്ലേ? നേതൃത്വത്തിന് വിധേയപ്പെട്ട് ദൈവാലോചന സ്വീകരിച്ചു കൊണ്ടുപോയ ഒരു മനുഷ്യൻ. തീർച്ചയായിട്ടും ഇതിന്റെ അർത്ഥം പൗലോസ് ഇങ്ങനെ അയക്കണമെങ്കിൽ ഈ മനുഷ്യൻ വിശ്വസ്തനാണ്, ക്രിസ്തുവിന്റെ വിശ്വസ്തനും ആശ്രയയോഗ്യനുമായ ദാസനാണ്. Paul can depend upon this man. Oh, we need such people more and more in our churches. തീർച്ചയായിട്ടും ഗലാത്യയിലേക്ക് അയക്കുകയാണെങ്കിൽ എനിക്ക് പറയാനുള്ളത്, ഈ മനുഷ്യൻ അഭിഷക്തനാ. ഈ മനുഷ്യൻ ദൈവം വിശേഷ കഴിവുകൾ കൊടുത്തിട്ടുണ്ട്. എന്താ പാസ്റ്റർ അങ്ങനെ പറയുന്നത്? ഗലാത്യയിലെ ദേശങ്ങളിൽ 1, 2, 3 ഈ മിഷണറി യാത്രകളിൽ പൗലോസ് സഞ്ചരിച്ച് സഭകൾ സ്ഥാപിച്ചതാണ്. അവിടെ ശക്തരായ നേതൃത്വമുണ്ട്. അവരെ പ്രോത്സാഹിപ്പിക്കാനും അവരുടെ ഇടയിൽ ശുശ്രൂഷിക്കാനും ഈ മനുഷ്യനെ നിയോഗിച്ചയക്കണമെങ്കിൽ ഈ മനുഷ്യൻ അസാധാരണ കൃപയുള്ളവനാണ്. പക്ഷേ സഭാചരിത്രത്തിൽ അധികം ഇദ്ദേഹത്തെ കുറിച്ചൊന്നും അറിയില്ല. ഇങ്ങനെയുള്ള ടീം നിങ്ങൾ കണ്ടോ? വിശ്വസ്തരുണ്ട്,
വിശ്വസ്തതയില്ലാത്ത അവിശ്വസ്തരായ ആളുകളുണ്ട്. അല്ലാതെ പൗലോസ് ഇതൊരൊറ്റയാൻ പട്ടാളമല്ല. ദൈവം അദ്ദേഹത്തെ ഉപയോഗിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ പ്രോത്സാഹനത്തിനായിട്ടും ശുശ്രൂഷയ്ക്കായിട്ടും ദൈവം ഒരു വലിയ സംഘത്തെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ദയവായിട്ട് ചിന്തിക്കരുത് ഇവിടെ എഴുതിയിരിക്കുന്ന ലിസ്റ്റ് മാത്രമാണ് എന്ന്. ഇത് ഈ പാസേജിലെ പേരുകളാണ് ഞാൻ പറയുന്നത്, അല്ലാതെയും ആളുകൾ കണ്ടേക്കാം. അപ്പം ക്രെസ്കേസ് വളരെ സമർപ്പണമുള്ള ഒരു നേതാവാണ്. അദ്ദേഹം സഭകളെ ശുശ്രൂഷിക്കാനായിട്ട് പൗലോസ് അദ്ദേഹത്തെ അയക്കുന്നു. ഇതിൽ നിന്നാണ് നമുക്ക് ഒത്തിരി കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയുന്ന ആ 2 വാക്കുകളിൽ നിന്ന്. എന്നാൽ ഏറ്റവും വലിയ കാര്യം ഇതാണ്, ഇത്ര ശക്തനായ ഒരാള് ഈസ് ആബ്സല്യൂട്ട്ലി അൺനോൺ. ഇവിടെ മാത്രമേ അദ്ദേഹത്തിന്റെ പേര് പരാമർശിക്കപ്പെട്ടിട്ടുള്ളൂ. വിശ്വസ്തരായ അറിയപ്പെടാത്ത ആളുകൾ ഉണ്ടോ സഭയിൽ? ഉണ്ട്, ഇവിടെയുണ്ട്, ഇവിടെയുമുണ്ട്. സ്തോത്രം. എൻ്റെ ഓർമ്മയിലേക്ക് വരുന്നത് മാത്രം ഞാനൊന്ന് പറയാം. ഈ സഭയുടെ ചരിത്രത്തിൽ ചില ഘട്ടങ്ങളിലൂടെ കടന്നുപോയിട്ടുണ്ട്. ഉറക്കം നഷ്ടപ്പെടുന്ന ചില ഘട്ടങ്ങളിലൂടെ. അതിൽ ഒരു സംഭവമാണ് എൻ്റെ ഓർമ്മയിലേക്ക് പെട്ടെന്ന് വരുന്നത്. അതെനിക്ക് തെളിച്ചു പറയാൻ ഇപ്പോഴും പറ്റുന്നില്ല. ഒരു സ്ത്രീയാണ് ഇവിടെ ദൈവം ഉപയോഗിച്ചത്. Can you believe that? നിയമപാലകരുടെ അടുത്ത് എന്ന് അവർ കാര്യം സംസാരിച്ച് ദൈവസഭയ്ക്ക് അനുകൂലമായി വിധി വന്നു. അതിനകത്ത് തീർച്ചയായിട്ടും നമ്മുടെ ഒരു സഹോദരനും പാർട്ട്ണറായിട്ടുണ്ട്. ആരാ പാസ്റ്റേ? ഈ ചർച്ചിലുള്ള ആർക്കും അറിയില്ല. ആ സഹോദരനും അറിയാം, ആ സഹോദരിക്കും അറിയാം. അൺനോൺ, യെറ്റ് ഗോഡ് യൂസ് ദം സോ പവർഫുള്ളി. അവരെ ഇരുവരെയും ദൈവം ഉപയോഗിക്കുന്നുണ്ടല്ലാതെ. എന്നാൽ ഒരു സംഭവം ഞാൻ പറഞ്ഞത്, ഒറ്റ ചെവി അറിയാതെ നമ്മ വാസ്തവത്തിൽ ഇങ്ങനെയുള്ള വിശ്വസ്തരായി ദൈവം വരദാനം കൊടുത്തിരിക്കുന്ന ആളുകളെ ഓർത്ത് ദൈവസഭ സ്തോത്രം ചെയ്യണം. ആളുകളുടെ ഉള്ളത്തിലെ തത്രപ്പാട്, എന്റെ പേരൊന്ന് പറ, എന്നെ ഒന്ന് മൈൻഡ്. ഈ വലിയ ശുശ്രൂഷകൾ ചെയ്തവർ ഇവിടെ ഇങ്ങനെ ഈ ക്രൗഡിൽ ഒതുങ്ങിയിരിക്കുക. ദേ ഹാവ് നോ ക്ലെയിംസ്. അതെന്താ പാസ്റ്റേ അങ്ങനെ? അവർക്ക് ഒരു ആത്മിക സത്യം അറിയാം. ഇവിടെ ഈ പേരിനകത്ത് എന്താ കാര്യം? ഒരു ദിവസം ക്രിസ്തുവിന്റെ ന്യായാസനത്തിന് മുൻപിൽ സകലതും അറിയാമെന്ന ദൈവം തമ്പുരാൻ ഞങ്ങളെ അന്ന് ശ്ലാഘിക്കും. അതാണ് നിലനിൽക്കുന്നത്. ടീം മനസ്സിലാക്ക്, വ്യത്യസ്ത ആളുകളെ മനസ്സിലാക്ക്. നമുക്ക് ഈ മനുഷ്യനെ കുറിച്ച് കൂടുതൽ അറിയില്ല. ക്രെസ്കസ് ഗലാത്യയ്ക്കും ക്രെസ്കസന്മാർ ഈ ചർച്ചിൽ ഉണ്ടാകട്ടെ. സ്തോത്രം. 10ാമത്തെ വാക്യത്തിന്റെ 3-ാം ഭാഗം 4ാമത്തെ ഒരു പേര് തീത്തോസ് ദാൽമേത്യയ്ക്കും പോയി. ക്രെസ്കസിനെ പോലെ ഇദ്ദേഹം വിശ്വസ്തനാണ്. ക്രെസ്കസിനെ അധികം സഭാചരിത്രത്തിൽ അറിയത്തില്ല. പക്ഷെ തീത്തോസിനെ എല്ലാവർക്കും അറിയാം. വിശ്വസ്തന അറിയുകയും ചെയ്യാം. അങ്ങനെയുള്ളവരും ടീമിലുണ്ട്. ഇത്രയും കാര്യങ്ങൾ ഇത് വായിച്ചിട്ട് നേരത്തെ മനസ്സിലായിട്ടുണ്ടോ? പറഞ്ഞ എല്ലാ വാക്കിനകത്തും അർത്ഥം. ടൈറ്റസിനെ കുറിച്ച് പുതിയ നിയമത്തിൽ 13ഓളം തവണ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അദ്ദേഹം വളരെ അറിയപ്പെട്ട ഒരാളാണ്, വിശ്വസ്തനാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ, 1ഉം 2ഉം തിമോത്തിയോടൊപ്പം തീത്തോസിന്റെ ലേഖനം പൗലോസ് അദ്ദേഹത്തിന് എഴുതിയതാണ്. അദ്ദേഹവും ക്രിസ്തുവിൽ പൗലോസിന്റെ മകനാണ്. തീത്തോസിന്റെ ലേഖനം എഴുതുമ്പോൾ ടൈറ്റസ് ക്രേത്ത എന്ന് പറയുന്ന ദ്വീപിലാണ്. ടൈറ്റസ് 1ന്റെ 5ാം വാക്യത്തിൽ എന്തിനാണ് ക്രേത്തയിൽ തീത്തോസിനെ പൗലോസ് നിയോഗിച്ചതെന്ന് വളരെ വ്യക്തമായിട്ട് നമുക്ക് കാണാൻ കഴിയും. ഞാൻ ക്രേത്തയിൽ നിന്നെ വിട്ടേച്ചു പോന്നത് ശേഷിച്ച കാര്യങ്ങളെ ക്രമത്തിലാക്കേണ്ടതിനും ഞാൻ നിന്നോട് ആജ്ഞാപിച്ചതുപോലെ പട്ടണം തോറും മൂപ്പന്മാരെ ആക്കി വെക്കേണ്ടതിനും തന്നെ. ചർച്ചുകളെ ബിൽഡ് ചെയ്യാൻ പൗലോസ് ടൈറ്റസിനെ
ക്രീറ്റ് ഐലൻഡിൽ നിയോഗിക്കുകയാണ്. വിശ്വസ്തനാണ്. അല്ല സഭയെ കയറി ചെന്നിട്ട് സഭയെ കലക്കുന്നവനല്ല ടൈറ്റസ്. എന്തോ കലക്കൻ ടീമുകളുണ്ടെന്നറിയോ? ടൈറ്റസിനെ ഡിപ്പെൻഡ് ചെയ്യാം. ടൈറ്റസ് അവിടെ ചെന്നാൽ പോൾ വളർത്തിക്കൊണ്ട് വന്നയാളാണ്. പോൾ ശുശ്രൂഷിച്ചതുപോലെ പരിജ്ഞാനത്തിൽ കാര്യങ്ങൾ ചെയ്യും. മാത്രമല്ല ഓരോ ചർച്ചിലും മൂപ്പന്മാർ എന്ന് പറഞ്ഞ പാസ്റ്റേഴ്സിനെ നിയോഗിക്കണമെങ്കിൽ അതൊരു സാധാരണ ശുശ്രൂഷയല്ല. ആ കൂടിവരവിനെ മുഴുവനും ശുശ്രൂഷിക്കാനായി ഒരു ലീഡർഷിപ്പിനെ ദൈവത്തിന്റെ വചനത്തിന്റെ ക്രമത്തിൽ ആത്മനിയോഗത്തിൽ ടൈറ്റസ് കണ്ടുപിടിക്കണം. സ്തോത്രം. അല്ലാതെ ആ വീട്ടിൽ കയറി ഒരു നുണ പറഞ്ഞു, ഈ വീട്ടിൽ കയറി വേറെ നുണ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ക്രേത്തയിൽ 3-ാം ലോക മഹായുദ്ധം ഉണ്ടാവും. ചിലർക്ക് വലിയൊരു എന്താ ഒരു സ്തോത്രം എന്താ ഇവിടെ കയറി ഒരടി, എന്നിട്ട് അവിടുന്ന് അപ്പുറത്തോട്ട് അവിടെ ഒരു അടി, ഇവരെ തമ്മിൽ അടിച്ചോളും. എന്നിട്ട് 3-ാമതൊരിടത്ത് ചെന്ന് അവിടെ ഒരു അടി. ഇങ്ങനെയുള്ളവനെ ഒന്നും വീട്ടിൽ കയറ്റിയേക്കല്ല, ഞാൻ പറഞ്ഞേക്കാം. മനസ്സിലായോ? ഇങ്ങനെയുള്ളവനെ ഒന്നും വീട്ടിൽ കയറ്റിയേക്കല്ല. നിങ്ങളിൽ ആർക്കെങ്കിലും ഇങ്ങനെയുള്ള സ്വഭാവം ഉണ്ടെങ്കിൽ ഇന്ന് മാനസാന്തരപ്പെട്ടോണം. ചർച്ചിന്റെ മുന്നോട്ടുള്ള ആ നിയമനങ്ങൾ, മുന്നോട്ടുള്ള യാത്ര, ഇത് സുഖകരമാകാൻ ടൈറ്റസിനെ പോലെയുള്ള അഭിഷക്തന്മാരെ ചർച്ചിന് ആവശ്യമാണ്. ചർച്ചിനെ പണിയുന്നവരാണ്. അപ്പോസ്തോലിക ഉപദേശം സ്വീകരിച്ച് ഇവിടെ അപ്പോസ്തലനുണ്ടോ? അപ്പോസ്തോലിക ഉപദേശമാണ് വേദപുസ്തകത്തിലുള്ളത്. അതിനകത്ത് നിന്ന് ആത്മനിറവിലും നടത്തിപ്പിലും സഭയെ പണിയുന്നവരെയാണ് വേണ്ടത്. അദ്ദേഹം ഒരു നേതാവാണ്. ആൻഡ് ഈസ് എ ബിൽഡർ. പൗലോസിന്റെ കൂടെ ദീർഘ വർഷങ്ങൾ അദ്ദേഹം ശുശ്രൂഷ ചെയ്തയാളാണ്. അദ്ദേഹത്തെ വിശ്വസിക്കാൻ കഴിയും. അദ്ദേഹം മറ്റുള്ളവരെ പോലെ അറിയപ്പെടാത്ത ഒരാളല്ല, അറിയപ്പെടുന്ന ഒരാളാണ് ടൈറ്റസ്. സ്തോത്രം. ഇതാണ് ശുശ്രൂഷ കേട്ടോ. ഇതാണ് ചർച്ചിൽ ശുശ്രൂഷിക്കുന്നത്. ഇങ്ങനെയാണ് പോകേണ്ടത്. അല്ലാതെ കണ്ടില്ലല്ലോ, വന്നില്ലെന്നേ ഉള്ളൂ, ഇനി എന്ന് വരും, അടുത്ത ഞായറാഴ്ച കാലാവസ്ഥ അനുകൂലമാകണം, പിന്നെ ഒരുപാട് കാര്യങ്ങളുണ്ട്, മോൻ ചിലപ്പോൾ വിളിക്കും, അങ്ങനെയാണോ എനിക്ക് വരാനൊക്കത്തില്ല, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. എല്ലാം ഓക്കെ ആണെങ്കിൽ 11 മണിക്ക് വരാം. അതെന്നാ 10:30 ഒക്കത്തില്ലേ? സാധാരണ എല്ലായിടത്തും 10 മണിക്ക്, ഇവിടെ 10:30 ഒക്കത്തില്ല. 11 മണിയാകുമ്പോൾ വേച്ചും വിറച്ചും വേച്ചും കയറി വരും. ആർക്ക് ഗുണം? സഭയ്ക്കുണ്ടോ? ആർക്കാണ് ഗുണം? ഞാൻ പ്രാർത്ഥിച്ചതാ സ്തോത്ര കാഴ്ച ഇല്ലാത്തൊരു സഭ വേണമെന്ന്. കൊള്ളാം. ഈ കഴിഞ്ഞ ദിവസം ഒരു മീറ്റിംഗ് ഞാൻ പറഞ്ഞു, ഞങ്ങളെവിടെയെങ്കിലും താല്പര്യമുള്ളവർക്ക് കൊടുക്കാം എന്നേ ഉള്ളൂ. ഒരു വിളിച്ചു നോക്കുക, അയ്യോ സ്തോത്ര കാഴ്ച എടുക്കത്തില്ലേ? ശുശ്രൂഷ മുന്നോട്ട് പോകണമെങ്കിൽ ടീമിനെ പരിചയപ്പെടുക. വിശ്വസ്തരുണ്ട്, അവിശ്വസ്തരുണ്ട്, അറിയപ്പെടാത്തവരുണ്ട്, അറിയപ്പെട്ടിട്ട് വിശ്വസ്തരായി നിൽക്കുന്നവരുണ്ട്. ദൈവം കൊടുത്ത ഒരു വരദാനമാണ്. പലയിടത്ത് സഭകൾ പോയി അവർ എക്വിപ്പ് ചെയ്ത് അവർ വളർത്തുന്നു, ബിൽഡ് ചെയ്യുന്നു. ഈസ് എ വെരി ഫേമസ് പേഴ്സൺ, യെറ്റ് ഹി ഈസ് ഫെയ്ത്ത്ഫുൾ ടു ഹിസ് കോളിംഗ്. ഡിഫറെന്റ് ടൈപ്സ് ഓഫ് പീപ്പിൾ. 11-ാം വാക്യം, ആദ്യ ഭാഗം, 5-ാമത്തെ ആള്, ലൂക്കോസ് മാത്രമേ എന്നോടുകൂടെ ഉള്ളൂ. ലൂക്കോസിനെ കേട്ടിട്ടുണ്ടോ? ഇല്ലല്ലേ. ലൂക്കോസ് ബൈ പ്രൊഫഷൻ അദ്ദേഹം ഒരു ഡോക്ടറാണ്. എന്നാൽ അദ്ദേഹത്തിന്റെ ഈ മെഡിക്കൽ വർക്കിനെ കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ നമുക്കറിയില്ല. എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ ആത്മീക ജീവിതത്തിൽ കൂടുതൽ കാര്യങ്ങൾ അദ്ദേഹം ഒരു ഫിസിഷ്യൻ എന്ന നിലയിൽ ചെയ്തത് നമുക്ക് അറിഞ്ഞുകൂടാ. എന്നാൽ അദ്ദേഹത്തെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, അദ്ദേഹം എഴുതിയ ലൂക്കോസിന്റെ സുവിശേഷത്തിൽ നിന്നും അദ്ദേഹം ഒരു സുവിശേഷകനാണ്.
അതുപോലെ അദ്ദേഹം തന്നെ എഴുതിയ അപ്പോസ്തല പ്രവൃത്തികളിൽ നിന്നും അദ്ദേഹം വളരെ കഴിവുള്ള ഒരു ചരിത്രകാരനാണ്. ഈ വിവരങ്ങൾ ലൂക്കോസിനെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. 3 പ്രാവശ്യം മാത്രമേ പുതിയ നിയമത്തിൽ അദ്ദേഹത്തെ കുറിച്ചുള്ളൂ. ഇത്രയും വലിയ മനുഷ്യൻ. കൊലോസ്യർ 4:14 ദ ബിലവഡ് ഫിസിഷ്യൻ. ഫിലെമോൻ 24 ഞാൻ നേരത്തെ വായിച്ച വാക്യമാണ്, ഫെലോ വർക്കർ ഓഫ് പോൾ. ഇങ്ങനെ 3 പാസേജ് ഇവിടെ 3 മാത്രമേ എഴുതിയിട്ടുള്ളെങ്കിലും സഭാ ചരിത്രത്തിൽ അദ്ദേഹം ഒരു വളരെ ഡോമിനന്റ് ക്യാരക്ടറാണ്. ഈവൻ ന്യൂ ടെസ്റ്റ്മെന്റിൽ, ഞാനത് പറയാം എങ്ങനെയാണെന്ന്, നമ്മൾ അന്തം വിട്ടുപോകും. 2 പുസ്തകങ്ങളാണ് പുതിയ നിയമത്തിൽ അദ്ദേഹം സംഭാവന ചെയ്തിരിക്കുന്നത്. ഒന്ന് ദ ഗോസ്പൽ ഓഫ് ലൂക്ക്. നിങ്ങൾക്കറിയാമോ ഏത് സുവിശേഷമാണ് ഏറ്റവും ദൈർഘ്യമുള്ള സുവിശേഷം? ലൂക്കോസിന്റെ 24 അധ്യായമേ ഉള്ളൂ. മത്തായിയുടെ എത്ര ഉണ്ട്? 28 അധ്യായങ്ങളുണ്ട്. പക്ഷെ വാക്കുകളും വാക്യങ്ങളും എണ്ണിയാൽ ലൂക്കോസിന്റെ സുവിശേഷത്തിനാണ് ദൈർഘ്യമുള്ളത്. ആ സുവിശേഷത്തിൽ അദ്ദേഹം ശരിക്കും വിശദീകരിക്കുന്നത് യേശുക്രിസ്തുവിന്റെ ജീവിതമാണ്. ജനനം, വളർച്ച, പബ്ലിക് മിനിസ്ട്രി, മരണം, അടക്കം, ഉയർത്തെഴുന്നേൽപ്പ്. അപ്പോസ്തല പ്രവൃത്തിയിൽ 28 അധ്യായമുണ്ട്. അദ്ദേഹം വിവരിക്കുന്നത് എന്താണ്? യേശുക്രിസ്തുവിന്റെ ആത്മീക ശരീരമാം സഭയുടെ 30 വർഷത്തെ ചരിത്രമാണ്. 28 അധ്യായം അപ്പോസ്തല പ്രവൃത്തിയിൽ, 24 അധ്യായം ഗോസ്പൽ ഓഫ് ലൂക്ക്. രണ്ടും കൂടെ ചേർന്നാൽ 52 അധ്യായങ്ങൾ ഇൻ ദ ന്യൂ ടെസ്റ്റമെന്റ് ലൂക്കാണ് എഴുതിയിരിക്കുന്നത്. ആൻഡ് ഹി ഈസ് ദി ഓൺലി ജെന്റൈൽ റൈറ്റർ. ഏക ജാതിക ഓഥറാണ് ലൂക്ക്. ഈ മനുഷ്യനെ 3 തവണ പരാമർശിച്ചിട്ടുള്ളൂ. ബൈ പ്രൊഫഷൻ ഹീസ് എ ഡോക്ടർ. ഞാൻ മനസ്സിലാക്കുന്ന നിങ്ങളോട് പറയാം, അസാധാരണ എഴുത്തുകാരനായിരുന്നു. ഹി വാസ് ഗിഫ്റ്റഡ് ഇൻ റൈറ്റിംഗ്. ഹി വാസ് എ റിസർച്ചർ. ഹിസ്റ്റോറിയൻ എന്ന നിലയിൽ വളരെ കൃത്യമായിട്ട് ഗവേഷണം ചെയ്തതാണെന്നുള്ളതിന് ഒരു തർക്കവും വേണ്ട. 3 വട്ടം മാത്രമോ? അദ്ദേഹം അങ്ങനെ ഒരു മനുഷ്യനായിരുന്നു. വളരെ സൂക്ഷ്മതയോടെ അദ്ദേഹം തന്നെ ബാക്ക്ഗ്രൗണ്ടിൽ നിർത്തി. എനിക്ക് അങ്ങനെയുള്ളവരെ അറിയാം ഈ ഭൂമിയിൽ. ഞാനിപ്പോൾ ഒരു സ്ഥലത്ത് പ്രസംഗിക്കുന്നുണ്ട് സ്ഥിരമായിട്ടും. അതിന് നടത്തിപ്പുകാരി ഒരു സഹോദരിയാണ്. പലർക്കും അവരുടെ പേരും അറിയത്തില്ല, ഞാൻ അവരെ കണ്ടിട്ടുമില്ല. വളരെ യാദർച്ഛ്യമായിട്ടാണ് ഒരു ദിവസം നെറ്റെല്ലാം ഓഫ് ചെയ്തപ്പോൾ എന്നെ വിളിച്ചു, പാസ്റ്റർ എന്താ ഇതാണെന്ന്. അങ്ങനെ ശബ്ദം ഒരിക്കലും കണ്ടെന്ന് കേട്ടു. വൈ ഡസ് ഹി ഡു ദാറ്റ്? ലോകവ്യാപകമായിട്ട് അവരുടെ മിനിസ്ട്രി ലോകത്തെ ഇമ്പാക്ട് ചെയ്യുക. കീപ്പിംഗ് ഇൻ ദ ബാക്ക്ഗ്രൗണ്ട്. എനിക്ക് ഫോക്കസ് ആകണ്ട. പക്ഷെ നമ്മളിൽ പലരും അതിനകത്തുനിന്നൊക്കെ എത്ര വഴിതെറ്റിപ്പോയെന്നറിയോ? ഞാൻ ദുഃഖിക്കാറുണ്ട്. Look at this man. ന്യൂ ടെസ്റ്റമെന്റിൽ ദൈവശ്വാസീയമാകുന്ന ദൈവത്തിന്റെ വചനം എഴുതുമ്പോൾ 52 അധ്യായം രചിക്കാൻ ദൈവം അദ്ദേഹത്തിൽ അപാര ദൈവകൃപ പകർന്നു. മാനുഷികമായിട്ട് അദ്ദേഹത്തിന് ക്വാളിഫിക്കേഷൻ ഉണ്ട്. അതിലുപരി he was anointed historian and evangelist. പൗലോസിന്റെ കൂടെ സഹയാത്രികൻ. 2ാം മിഷണറി യാത്രയിൽ, 3ാം മിഷണറി യാത്രയിൽ ഇദ്ദേഹം കൂടെ ഉണ്ട്. എന്റെ ഒരു ചിന്തയിൽ ആസ് എ ഡോക്ടർ അദ്ദേഹം പോളിനെ ടേക്ക് കെയർ ചെയ്തു എന്ന് ചിന്തിക്കുന്നതിൽ ഒരു തെറ്റുമില്ല. പോളിനെ എന്തിനാ ടേക്ക് കെയർ ചെയ്യുന്നത്? അരി കൊള്ളുന്നതിന് വല്ലതും മര്യാദയുണ്ടോ? ഇത്രയധികം അടികൊണ്ട് ഒരു മനുഷ്യൻ വേറെ ഉണ്ടോ? ഒബ്വിയസ്ലി ഹി നീഡഡ് എ സപ്പോർട്ട്. അതല്ലാതെ ഒരു ശൂലമുണ്ട്. ഇവിടെയും പറയുന്ന ലൂക്ക് എന്നോട് കൂടെ ഉണ്ട്. Why do you do this? Are you doing this for money? No. മണി കിട്ടുന്നതാ വിട്ടത്. ദൈവരാജ്യം എന്താണ്, ശുശ്രൂഷ എന്താണ്, സഭ എന്താണ് എന്ന ബോധ്യം അഭിഷക്തനുണ്ടായി. He kept himself in the background, supported Paul. അപ്പോസ്തല പ്രവൃത്തി 27 ഒരു
കപ്പൽ ഛേദം, ഷിപ്രക്ക് നടക്കുന്നുണ്ട്. ഹി വാസ് പാർട്ട് ഓഫ് ദാറ്റ്. അദ്ദേഹത്തിന്റെ പേരെഴുതുന്ന പലയിടങ്ങളിലും അപ്പോസ്തല പ്രവൃത്തിയിൽ എങ്ങനെ എഴുതിയിരിക്കുന്ന അറിയാമോ? ഞങ്ങൾ. ഞങ്ങൾ എന്താ ഞങ്ങൾ? അദ്ദേഹവും സഹയാത്രികനാണ്. ഇറ്റ് ഡസന്റ് വാണ്ട് ഞാൻ അങ്ങോട്ട് പോയപ്പോൾ ഞാനാ പിന്നെ പൗലോസിനെ കൈപിടിച്ചങ്ങോട്ട് നിർത്തിയത്. അതാ നമുക്ക് അത്രയും കൃപ കിട്ടാത്തത്. ഞാനിവിടെ ഇരിക്കുന്ന മീഡിയക്കാരോടും സകലരോടും പറയാം, നെവർ പ്രൊമോട്ട് എനിബഡി. വി ആർ നോട്ട് ഇൻ ദാറ്റ് ബിസിനസ്. ഇഫ് നമ്മുടെ ഫ്ലയറിനകത്തും ഇതിനകത്തൊക്കെ ഈ ഫോട്ടോ ഒക്കെ വെക്കുന്നതിന് ഞാൻ ഘട്ടകമായിട്ടുള്ള വിരുദ്ധമാണ്. പക്ഷെ ഐ ഹാവ് നോ ഓപ്ഷൻ. സെൽഫ് പ്രൊമോഷൻ ഇസ് നോട്ട് എ ഡിവൈൻ പ്രോഗ്രാം. ലേൺ ദിസ് ഫ്രം ലൂക്ക്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇദ്ദേഹത്തെ ഓർത്ത് സ്തോത്രം. ഇദ്ദേഹവും പോളിന്റെ ടീമിലുണ്ട്. മനസ്സിലാക്കണം, നമ്മൾ അങ്ങനെ ഒരു ടീം വർക്കാണ്. ചിലരെ ദൈവം കരങ്ങളിലെടുത്ത് ഫ്രണ്ട് ലൈൻ മിനിസ്ട്രിക്ക് ഉപയോഗിക്കുമ്പോൾ എവ്രി വൺ ഈസ് നോട്ട് ഫ്രണ്ട് ലൈൻ. വി ഓൾ ഹാവ് അവർ പാർട്സ്. അങ്ങനെ കോർത്തിണങ്ങിയ ഒരു ടീം, ഒരു യന്ത്രം, നല്ല ഓയിൽഡ് മെഷീൻ പോലെ ഇത് വർക്ക് ചെയ്യും. നമുക്ക് ഈ ദർശനം ഉണ്ടാകണം കേട്ടോ. അല്ലാതെ ഞായറാഴ്ച വന്നൊരു നല്ല മെസ്സേജ് കേട്ടിട്ട് ഞാൻ പോവാ. What happened in the rest of the week in the church? I don't know. Who cares what happened? You need to learn. You need to humble yourself. ദൈവം കൊണ്ടുവന്ന് ചേർത്ത ഒരു ചർച്ചാണ്, ഒരു മിനിസ്ട്രി ആണെന്നുള്ള ബോധ്യമുണ്ടെങ്കിൽ നമ്മൾ ഉറപ്പായിട്ടും ആ ചർച്ചിനോട് കണക്റ്റഡ് ആയി നിൽക്കണം. ചർച്ചിനോടും ചർച്ച് ലീഡർഷിപ്പിനോടും കണക്റ്റഡ് അല്ലെങ്കിൽ ഓർത്തോളിയിൽ സീരിയസ് നിങ്ങളുടെ അകത്ത് പ്രശ്നമുണ്ട്. അതുകൊണ്ട് തന്നെ ശത്രു ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട തൊഴിൽ എന്താന്ന് ഞാൻ പറഞ്ഞു തരാം. എന്തെങ്കിലും സംശയാസ്പദമായിട്ട് എന്തെങ്കിലും ഇട്ടിട്ട് ചർച്ച് ലീഡർഷിപ്പിൽ നിന്ന് ചർച്ചയിൽ നിന്ന് നമ്മളെ എല്ലാം പിന്നോട്ട് വലിക്കും. അതാണ് ഇവിടെ സംഭവിച്ചിട്ടുള്ളത്. പാസ്റ്റർ എന്നാ പിന്നെ അവരോട് അങ്ങ് പറഞ്ഞാ പോരെ? ഇങ്ങോട്ട് കേക്ക്. പറഞ്ഞാൽ അതുകൂടെ അവരെ വിളിച്ചു പറയും. ജീവിതാനുഭവം ഉള്ളതുകൊണ്ടാണ് ഞാൻ ഈ പറയുന്നത്. അപ്പൊ എന്ത് ചെയ്യും? അപ്പൊ ഞാൻ 2-3 പേരെ തമ്മിൽ വഴക്കുണ്ടാക്കുന്നവനാവും. ഉണ്ടായിരുന്നു പ്രാർത്ഥിക്കുക. നേരിട്ട് വന്ന് സിമ്പിൾ ലാംഗ്വേജിൽ പലരോടും പല കാര്യങ്ങൾ പറയാൻ ആഗ്രഹമുണ്ട്, പറയാൻ ഒക്കത്തില്ല. അതെന്താണ്? ഹലോ, എബി പാസ്റ്റർ ഇത് വന്നായിരുന്നു, നിങ്ങളുടെ കാര്യമാണ് പറഞ്ഞത്. അത്ര മിടുക്കന്മാരും പിന്നെ അതിന്റെ എന്താ അതിന്റെ സ്ത്രീലിംഗ മിടുക്കത്തിമാരും ആണോ? അവക്കും അറിയത്തില്ല. ലേൺ ഫ്രം സ്ക്രിപ്ചർ. സ്വതന്ത്രം. ചർച്ചിന് വേണ്ടി നിൽക്കുക എന്ന് പറഞ്ഞാൽ അർത്ഥം കർത്താവിന് വേണ്ടി നിൽക്കുക. ദിസ് ഇസ് ഹിസ് ബോഡി. ദിസ് ഇസ് ദ ബോഡി ഓഫ് ജീസസ് ക്രൈസ്റ്റ്. ഒരു വ്യക്തിയല്ല ഇവിടുത്തെ വിഷയം. വി സ്റ്റാൻഡ് ഫോർ ദ ചർച്ച് ദാറ്റ് ഗോഡ് ഹാസ് ബിൽഡ്. ദൈവം പണിതുകൊണ്ടിരിക്കുന്ന സഭയാണ് നമുക്ക് വിഷയം, അല്ലാതെ ഒരു വ്യക്തിയല്ല. ആ ചർച്ചിൽ ദൈവത്താൽ നിയോഗിതനായിരിക്കുന്ന ലീഡർഷിപ്പുമായിട്ടൊരു ബന്ധം വേണം. ദൈവത്താൽ ഉപയോഗിച്ചപ്പെട്ട ലൂക്ക് ആൻഡ് ഓൾ ദേ ആർ സോ കണക്റ്റഡ്. എല്ലാവരും പോയാലും അദ്ദേഹം കൂടെ നിൽക്കുക. നമ്മളാന്ന് എന്ത് പറഞ്ഞാലും ലൂക്ക് ഒന്ന് വിളിച്ചു പറയണം, എന്റെ ലൂക്ക് അത് ഇത്രയായിട്ടും നിനക്ക് പഠിച്ചില്ല നീ. എടാ ദേവാസൊക്കെ അവനിപ്പോ പോയി ബിസിനസ് തുടങ്ങിയടാ. നീ എന്തുവാണ് സ്റ്റെത്തസ്കോപ്പ് എന്ത്? അത് മറന്നുപോയി, എവിടാന്ന് എനിക്കറിയത്ത. എടാ വേറെ എവിടെ മേടിയില്ല പറഞ്ഞു സീറ്റൊന്നും. വേറെ പണി നോക്ക് നീ. വാട്സാപ്പിലെ അത് വിളിക്കൂ, കാരണം റെക്കോർഡ് ചെയ്യരുത്. നേരിട്ട് വിളിച്ചാൽ എന്ത് ചെയ്യും? റെക്കോർഡ് ചെയ്യും. ഈ റെക്കോർഡിങ്ങിനെ കൊണ്ട് തോറ്റു. എന്താ ചെയ്യുന്നതെന്ന് പറ. തുമ്മിയാ മതി. ഞാൻ പുള്ളിയുടെ തുമ്മലെ എടുത്തിട്ടുണ്ട്. എന്താ ചെയ്യും? ഓ, കർത്താവിന്റെ പക്ഷത്ത് നിൽക്ക്. കർത്താവിന്റെ പക്ഷത്ത് നിൽക്കുന്ന സഭയുടെ പക്ഷം. സഭ നമ്മുടെ ആരുടെയല്ല.
ഇറ്റ് ബിലോങ്സ് ടു അവർ ലോർഡ് ജീസസ് ക്രൈസ്റ്റ്. ആ കർത്താവ് ബിൽഡ് ചെയ്യുന്നത് നിങ്ങളിൽ പലരിലൂടെയുമാണ്. ദൈവത്തിൻ്റെ വചനത്തിൽ ഒന്ന് ചേർന്ന് നിന്ന് ദൈവം നിങ്ങളെ ഏൽപ്പിച്ച ശുശ്രൂഷകളിൽ വിശ്വസ്തരായിരിക്കുമ്പോൾ അത് പേര് കിട്ടാനോ ആരെങ്കിലും പരാമർശിക്കാനോ അല്ല, എത്രയും പേര് പറയാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അത് ചെയ്യണം. നിങ്ങളെ ദൈവം അടുപ്പിച്ച് യു ക്യാൻ പാർട്ട്ണർ ദ ലോർഡ് ജീസസ് ഇൻ ബിൽഡിംഗ് ഹിസ് ചർച്ച്. 11-ാം വാക്യത്തിൻ്റെ 2-ാം ഭാഗം, 6-ാമത്തെ ആള്, മർക്കോസ് എനിക്ക് ശുശ്രൂഷയ്ക്കായി ഉപയോഗമുള്ളവൻ ആകയാൽ അവനെ കൂട്ടിക്കൊണ്ടുവരിക. തിമോത്തി, നീ വേഗം വരണം. ദേമാസ് ഈ ലോകത്തെ സ്നേഹിച്ച് എന്നെ വിട്ടുപോയി. ഇവിടെ പറയുന്നത് വരുന്ന വഴിക്ക് അവനെ കൂടെ, മർക്കോസിനെ കൂടെ കൂട്ടിക്കൊണ്ടുവരണം. അല്ല പൗലോസേ, ഈ മർക്കോസിന്റെ കെയർ ഓഫിലല്ലേ പണ്ട് ബർന്നബാസുമായിട്ട് ഒരു ഡിസഗ്രിമെന്റ്, തീവ്രമായ ഒരു വിഷയം ഉണ്ടായത്? അതെ, അതൊക്കെ ആയിരുന്നു, പണ്ടായിരുന്നു. അതെന്താണ് സംഭവം? ബർന്നബാസിന്റെ കസിനാണ് മാർക്ക്. 1-ാം മിഷണറി യാത്രയ്ക്ക് ബർന്നബാസ്, പൗലോസ് മർക്കോസിനെ കൂടെ എടുത്തു. മർക്കോസ് യെരുശലേംകാരനാണ്. അദ്ദേഹത്തിന്റെ വീട്ടിലാകാനാണ് സാധ്യത യെരുശലേം സഭ കൂടുന്നത്. അദ്ദേഹത്തിന്റെ അമ്മ പ്രാർത്ഥനക്കാരിയാണ്. അവിടെ നടന്ന സംഭവമാണ് അപ്പോസ്തലപ്രവൃത്തി 12-ാം അധ്യായത്തിൽ എഴുതിയിരിക്കുന്നത്. പിന്നെന്ത് പറ്റി? പെർഗ എന്ന് പറയുന്ന സ്ഥലത്ത് ചെന്നപ്പോൾ പുള്ളിക്ക് എന്തോ ഒരു ഹോം സിക്നെസ് ആണോ സീ സിക്നെസ് ആണോ എന്താണെന്ന് എഴുതിയിട്ടില്ല. പുള്ളി അവിടെ വിട്ടങ്ങ് പോയി. ഇനിയും പൗലോസ് ഈ ശാസിക്കുന്നു, ഫലിക്കുന്നു, സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നു. ഈ ആത്മീയ യുദ്ധം കണ്ടായിരിക്കും വരണ്ടുപോയി പറഞ്ഞു, എനിക്ക് ശുശ്രൂഷ മതി, ഞാൻ പോവാം. അങ്ങനെ തിരിച്ച് വീട്ടിൽ വന്നു. പൗലോസ് അത് ഹൃദയത്തിൽ വെച്ചു, നിന്നെ കൊണ്ട് ഇനി ഒരു വഴിക്ക് ഞാൻ പോകത്തില്ല. എടാ, കൊള്ളത്തില്ല നിന്നെ. ഇടയ്ക്ക് വെച്ച് ശുശ്രൂഷ ഇട്ട് ഏൽപ്പിച്ച കാര്യങ്ങൾ വിശ്വസ്തയോടെ ചെയ്യാതെ വീട്ടിൽ പോകുന്ന ഇങ്ങനെയുള്ള വിള്ളുകളെയും കൊണ്ടൊന്നും ഞാൻ പോകത്തില്ല. 2-ാം മിഷണറി യാത്ര വന്നപ്പോൾ ഇതൊരു വിഷയമാണ്. ഭരണാസാറിന് പോട്ടെ, ഓക്കെ, ഒരു വീക്ക്നെസ് വന്നല്ലേ, പോട്ടെ സാർ. പത്രോസ് പറഞ്ഞു, പോട്ടോ ഒന്നുമില്ല, നടക്കത്തില്ല. ബൈ ദ വേ, ഈ 2 നേതാക്കന്മാരെയും ദൈവസഭയ്ക്ക് വേണം. വിഷയം ഉണ്ടാക്കുന്ന സകലയും കൂടെ പുറത്താക്കാനാണെങ്കിൽ പൗലോസ് പാസ്റ്ററാണെങ്കിൽ സംഗതി നടന്നത് തന്നെ. പിന്നെ സഭയിലാരും കാണുകയില്ല. എന്നാൽ ബർന്നബാസ് മതി പാസ്റ്ററായിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇവിടെ വിഷയം തന്നെയാണ്. ഇത് രണ്ടും കൂടാണ് ജോഡി. താക്കീതും ഉണ്ട്. ബർന്നബാസ് പറഞ്ഞു, സാറേടാ നമുക്ക് ടീമായിട്ട് പോകാം, സാറേ ചെറിയ ചൂടാ, സാറേ. അങ്ങനെ ടീം സ്പ്ലിറ്റ് ഉണ്ടായി. ബർന്നബാസ് കസിൻ മാർക്കിനെ കൊണ്ട് കുപ്രോസിൽ പോയി. പൗലോസ് ശീലാസിനെ തെരഞ്ഞെടുത്ത് പോയി. ഈ മർക്കോസിനെ കുറിച്ചാണ് പറയുന്നത്, അവൻ വളരെ പ്രയോജനമുള്ളവനാ കൊണ്ടുവരാൻ. എനിക്ക് അതിനകത്തുനിന്ന് കിട്ടിയ ഒരു ആശയം പറയട്ടെ. ഗോഡ് ഈസ് എ ഗോഡ് ഓഫ് എ സെക്കൻഡ് ചാൻസ്. ശരിയാണ്, മാർക്ക് അപ് ടു ദ മാർക്ക് അല്ലായിരുന്നു, ഇടയ്ക്ക് വെച്ച് ക്ഷീണം തട്ടി. പക്ഷെ ആ മാർക്ക് വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ ഹീസ് ബാക്ക് ഇൻ ദ ടീം. പൗലോസ് അദ്ദേഹത്തിന്റെ മേൽ അനോയിന്റിങ് റെക്കഗ്നൈസ് ചെയ്യുക, അവൻ എനിക്ക് പ്രയോജനമുള്ളവനാണ്. പക്ഷെ എവിടെയാ ഈ ചേഞ്ച് വന്നത്? അറിഞ്ഞുകൂടാ. എന്റെ നിഗമനം, കസിൻ കൊണ്ടുപോയി നല്ലൊരു കൗൺസിലിംഗ് നടത്തിയതാണ്. ബർന്നബാസ്, മോനെ സുവിശേഷ ഫലം എന്ന് പറഞ്ഞത് നീ ഉദ്ദേശിക്കുന്ന പോലൊന്നും അല്ല. അതിന്റെ കാര്യങ്ങളൊക്കെ എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ടാകാം മാർക്ക് became a changed man. സഹോദരങ്ങളെ, ഗോഡ് ഈസ് എ ഗോഡ് ഓഫ് സെക്കൻഡ് ചാൻസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് സോ വണ്ടർഫുൾ. നൺ ഓഫ് us have been faithful. നമുക്കെല്ലാം നമ്മുടേതായിട്ടുള്ള വീക്ക്നെസ്സും വീഴ്ചകളൊക്കെ വന്നിട്ടുണ്ടെങ്കിലും തമ്പുരാൻ കൈവിടാതെ ശുശ്രൂഷയിൽ നിലനിർത്തിയതോർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യണം. മാർക്കാരായി ഫസ്റ്റ് ഗോസ്പൽ മാർക്കിന്റെ ആണെന്നാ കരുതപ്പെടുന്നത്. ഹൗ ഡിഡ് യു റൈറ്റ് ദാറ്റ്? തിരസ്കരിക്കപ്പെട്ടയാള് ആദ്യത്തെ സുവിശേഷം എഴുതാൻ തക്കണം തമ്പുരാന്റെ തെരഞ്ഞെടുപ്പ് കണ്ടോ? പത്രോസ് ആയിരിക്കാം സോഴ്സ് എന്നാണ് പൊതുവെ കരുതപ്പെടുന്നത്. പത്രോസും
മാർക്കുമായിട്ടുള്ള ബന്ധത്തെക്കുറിച്ച് പത്രോസിന്റെ ലേഖനത്തിൽ പരാമർശമുണ്ട്. സ്തോത്രം. പൗലോസ് ലേഖനം 4:10 നോക്കിയ പൗലോസ് പറയുന്നത്, എന്റെ സഹബദ്ധനായ അരിസ്തർഖോസും ബർണബാസിന്റെ കസിനായ മർക്കോസ്, അവനെക്കുറിച്ച് നിങ്ങൾക്ക് കൽപ്പന കിട്ടിയിട്ടുണ്ടല്ലോ. അവൻ നിങ്ങളുടെ അടുക്കൽ വന്നാൽ അവനെ കൈക്കൊള്ളുവീൻ. സ്തോത്രം. ഫിലെമോന്റെ ലേഖനം 24 മർക്കോസിന്റെ പേര് ഞാൻ നേരത്തെ വായിച്ചതാണല്ലോ, ഫെലോ വർക്കർ ഓഫ് പോൾ. സ്തോത്രം. എന്താ പറയുന്നത്? മർക്കോസ് എന്താ? ശുശ്രൂഷയ്ക്കായി ഉപയോഗമുള്ളവൻ അല്ലേ? ശുശ്രൂഷയ്ക്കായി എന്ന് പറഞ്ഞാൽ ശുശ്രൂഷ എന്ന് പറഞ്ഞാൽ എന്താണ്? അടിസ്ഥാന തത്വം മനസ്സിലാക്കണം. ആ വാക്കിന്റെ അർത്ഥം ടേബിൾ വെയിറ്റർ. അതാണ് ശുശ്രൂഷ. എല്ലാവരുടെയും ഒരുപാട് ആളുകൾ തെറ്റിദ്ധരിച്ചിരിക്കുന്നത് ശുശ്രൂഷ എന്ന് പറഞ്ഞാൽ എക്സിക്യൂട്ടീവ് ഏതാണ്ടാണെന്ന്. നമ്മുടെ ബൈബിൾ എടുക്കാൻ ഒരാൾ, വലിയ വലിയ കാര്യങ്ങൾ, ബ്ലാക്ക് കാറ്റുകളുടെ അകമ്പടിയോടുകൂടി ഡോർ തുറക്കാൻ വേറൊരാള്. ഈ വലിയ ഹോട്ടലിൽ പോയിട്ടുണ്ടോ? പിന്നെ അവിടെ പോയിട്ടുള്ളല്ലോ. പണ്ട് ഹോട്ടലുകൾ ഉണ്ടായിരുന്നു, കോഫി ടീ ഷോപ്പ്. കേട്ടിട്ടുണ്ടോ? ഇല്ല. ഒരു 40-50 വർഷം മുമ്പൊക്കെ കോഫി ടീ ഷോപ്പ്. അവിടെ എന്ന് പറഞ്ഞാൽ അവർ നിൽക്കുന്നത് കയറി വന്നാൽ വേണേ കഴിച്ചേച്ച് പോകുന്നുള്ള മട്ടില്ല നിൽക്കുന്നത്. അങ്ങനെയല്ല പഞ്ചനക്ഷത്രം. അവിടെ കയറി തന്നാൽ വലിയ തൊപ്പിക്കാരൻ എൻ്റെ വാതുക്കൽ നിൽപ്പുണ്ട്. നമ്മളെക്കാട്ടി ക്വാളിഫിക്കേഷൻ അദ്ദേഹത്തിനുണ്ട് കേട്ടോ. പോസ്റ്റ് ഗ്രാജുവേറ്റും അതിൻ്റെ അപ്പുറത്ത് ഇതാണ് പുള്ളി. പക്ഷേ അവിടെ നിൽക്കുക. അയാൾ സാറിന് നമ്മളെ വിളിക്കും. നമ്മുടെ ജീവിതത്തിൽ ആദ്യമായിട്ട് അത് കേൾക്കും. സർ പ്ലീസ് കം. പ്രൊഫഷണലാ. എന്നിട്ട് നമ്മളെ അവരുടെ റെസ്റ്റോറൻറ്റിലോട്ട് കയറി അവിടെ ഇരിക്കാൻ പോകുന്നുണ്ട്, വേറൊരു തൊപ്പിക്കാരും വരുന്നു. അതെന്തിനാണ്? ആ ചെയർന്ന് മാറ്റിത്തരിക. നമ്മളങ്ങോട്ട് കയറിയപ്പോൾ ചെയർന്ന്. എന്നിട്ട് വെയിറ്ററിനെ കണ്ടിട്ടുണ്ടോ? ഇങ്ങനെ നിൽക്കൂ, ഒന്ന് കുരിഞ്ഞ്. ആ വാക്കാ ഇത്, ശുശ്രൂഷയ്ക്കായി. അപ്പൊ നമ്മൾ ഓർഡർ കൊടുത്തു, അത് വേണം, ഇത് വേണം, അത് വേണം, ഇത് വേണം. കൂടെ വന്ന ഭാര്യയ്ക്ക് അത് ഇഷ്ടപ്പെട്ടില്ല. ഇതൊന്നുമല്ല, അയാൾക്കൊരു പ്രശ്നവും ഇല്ല. നിങ്ങൾ ഓർഡർ 2 തവണ മാറ്റിക്കോ, അവർക്ക് പ്രശ്നമില്ല. അയാൾ ഇങ്ങനെ നിൽക്കും. എന്താ? ഈ ഹോട്ടൽ ശമ്പളം കൊടുത്തിരിക്കുക, വെയിറ്ററാണ്. ആ മനോഭാവമാണ് ശുശ്രൂഷയ്ക്ക് വേണ്ടിയത്. മർക്കോസ് വളരെ പ്രയോജനമാണ്, ശുശ്രൂഷയ്ക്ക് ഉപയോഗമാകും. ആ വാക്കാണ് ശുശ്രൂഷ. പ്രൈസ് ദി ലോർഡ്. ഉപയോഗമുള്ളവൻ. സ്തോത്രം. ആ വാക്യം 11ാം വാക്യം പൂർണ്ണമായിട്ട് ഇനിയൊന്ന് വായിച്ചാട്ടെ. ലൂക്കോസ് മാത്രമേ എന്നോട് കൂടെയുള്ളൂ. മർക്കോസ് എനിക്ക് ശുശ്രൂഷയ്ക്കായി ഉപയോഗമുള്ളവനാകയാൽ അവനെ കൂട്ടിക്കൊണ്ടുവരിക. അപ്പം ശുശ്രൂഷയ്ക്ക് ഉപയോഗമുള്ളവൻ താഴ്മയോടെ കീഴ്പ്പെട്ട് വ്യക്തിപരമായി ശുശ്രൂഷിക്കണം. ഇപ്പൊ ഒരു ഓഫീസിലാണ് ശുശ്രൂഷിക്കുന്നതെങ്കിലും മനോഭാവം ഇതായിരിക്കും. ശുശ്രൂഷയ്ക്ക് ഉപയോഗമുള്ളവൻ. ഗോഡ് ഇസ് എ ഗോഡ് ഓഫ് എ സെക്കൻഡ് ചാൻസ്. നിങ്ങൾ കേട്ട് കാണും, ഡേവിഡ് ലിവിങ്സ്റ്റൺ എന്ന പേര് കേട്ടിട്ടുണ്ടോ? കടപ്പുറയില് അല്ല, ഡേവിഡ് ലിവിങ്സ്റ്റൺ. ഹി വാസ് എ ഫിസിഷ്യൻ ആൻഡ് ഹി വാസ് എ പ്രീച്ചർ ഓഫ് ദ ഗോസ്പൽ. ഈ മനുഷ്യൻ ആദ്യത്തെ പ്രസംഗം പ്രസംഗിക്കാനായി ഓഡിയൻസിന്റെ മുൻപിൽ എഴുന്നേറ്റ് നിന്നതറിയാം. അയാൾ പ്രിപ്പയർ ചെയ്തെല്ലാം മറന്നു, ഒന്നും അറിയത്തില്ല എന്താ പറയേണ്ടത്. അദ്ദേഹം വളരെ ശാന്തമായി ഓഡിയൻസിനോട് പറഞ്ഞു, എനിക്ക് എന്താ പറയേണ്ടെന്ന് അറിയത്തില്ലെന്ന് പറഞ്ഞ വെളിയിരുന്നു. ഭയങ്കര നാണംകേട് അദ്ദേഹത്തിന് തോന്നി, ഒത്തിരി ഡിസ്കറേജ്ഡായി. പക്ഷെ റോബർട്ട് മൊഫാറ്റ് എന്ന് പറയുന്ന ഒരു വ്യക്തിത്വം അദ്ദേഹത്തെ പ്രോത്സാഹിപ്പിച്ചത് നിമിത്തം വളരെ അക്കംപ്ലിഷ്ഡ് ആയിട്ടുള്ള ഒരു പ്രസംഗിയും വൈദ്യനും ഡോക്ടറും ആയി തീർന്നു. ഞാൻ ഇതൊക്കെ ചിന്തിച്ചപ്പോൾ ഏറ്റവും നല്ല എക്സാമ്പിൾ ആൽബി തന്നെയാണ്. ഒരു 7-8 വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ അടുത്ത് ഓതറ ഭാഗത്ത്, നമ്മുടെ ഇവിടെ പൊന്നച്ചൻ എന്ന പേരിൽ അറിയപ്പെടുന്നവർ, ഒന്നിൽ അധികം പേര്
ഉണ്ട്. ഇപ്പോൾ ഈ പറയുന്ന ആള് നമ്മുടെ കൂടെ അല്ല, അദ്ദേഹത്തിന് നമ്മുടെ സുഹൃത്താണ്. അദ്ദേഹത്തിന്റെ ഭവനത്തിൽ ഒരു കൊച്ചു മീറ്റിങ്ങിൽ വെച്ച് സഹോദരൻ ആൽബിക്ക് സമയം കൊടുക്കുവാൻ ഇടയായിട്ടുണ്ട്. ആൽബിക്ക് ശക്തമായ വിക്കുണ്ടായിരുന്നു, സ്റ്റാമറിങ്. 15 മിനിറ്റ് കഷ്ടിച്ച് വിക്കി എന്തൊക്കെയോ പറഞ്ഞേച്ച് അദ്ദേഹം ഇരുന്നു. മെസ്സേജിൽ വേദശാസ്ത്രപരമായ പ്രശ്നമൊന്നുമില്ല, പക്ഷേ അന്നേരം ആ കഴിവില്ല. Is God a God of a second chance? Oh, you better believe that. ഇന്ന് ലോകത്തിൽ എവിടെല്ലാം നിന്നാണ് ഈ ചെറുപ്പക്കാരനെ പ്രസംഗിക്കാൻ വിളിക്കുന്നത്. ഇപ്പോൾ അദ്ദേഹം ഗാന്ധിധാമിൽ പ്രസംഗം കഴിഞ്ഞ് മുംബൈയിൽ ഒരു യൂത്ത് മീറ്റിംഗിൽ പ്രസംഗിക്കാൻ ചെന്നിരിക്കുക. God willing, he will be back with us tomorrow morning. He is a God of a second chance. അങ്ങനെ ഇഷ്ടം പോലെ എളിവനായ എൻ്റെ ശുശ്രൂഷയിൽ ഞാൻ ഇപ്പോഴും ഓർക്കുന്നു, മല്ലപ്പള്ളിക്കാരൻ ഒരാളിനൊരു അവസരം കൊടുത്തു. അദ്ദേഹം എന്തോ പറഞ്ഞു. അത് അദ്ദേഹത്തിന് ശാസ്ത്രം ഒന്നും അറിയത്തില്ല, വേദശാസ്ത്രം ഇതൊന്നും. എന്തൊക്കെയോ പറഞ്ഞ് വിതിൻ എ ഫ്യൂ മിനിറ്റ്സ് അദ്ദേഹം അവിടെ ഇരുന്നു. ഹി ഈസ് നൗ എ പാസ്റ്റർ. ഗോഡ് ഈസ് എ ഗോഡ് ഓഫ് എ സെക്കൻഡ് ചാൻസ്. മർക്കോസിന് ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായി തിരസ്കരണത്തിന്. പിന്നത്തേതിൽ ശ്രേഷ്ഠ അപ്പോസ്തലൻ പറയാണ്, പിക്ക് ഹിം അപ്പ്, ബ്രിങ് ഹിം വിത്ത് യു. വളരെ പ്രയോജനമുള്ളതാണ്. സ്റ്റേ ഹംബിൾ മൈ ബ്രദേഴ്സ്, യു സ്റ്റേ ഹംബിൾ. തിരസ്കരണം വരുമ്പോഴും ഒടക്കുന്ന മനോഭാവം മറ്റവൻ്റെയാണ്. യു സ്റ്റേ ഹംബിൾ ആൻഡ് ഗോഡ് വിൽ റൈസ് യു അറ്റ് ദ റൈറ്റ് ടൈം. 12-ാം വാക്യം, തെഹക്കോസിനെ ഞാൻ എഫെസോസിലേക്ക് അയച്ചിരിക്കുന്നു. അതിനകത്ത് ഇപ്പൊ എന്തുവാ? ടീമിലെ അടുത്ത അംഗത്തെ പരിചയപ്പെടൂ. 7-ാമത്തെ ആളാണ്. തെഹിക്കോസിനെ 4 തവണ തിരുവെഴുത്തിൽ അദ്ദേഹത്തിന്റെ പേര് പരാമർശിച്ചിട്ടുണ്ട്. ഇദ്ദേഹം പൗലോസിന്റെ ഒരു വളരെ വിശ്വസ്തനായ സഹശുശ്രൂഷകനായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. എന്ത് ശുശ്രൂഷ ചെയ്തു? എഫേസ്യ ലേഖനം 6:21 വാക്യം, ഞാൻ എങ്ങനെ ഇരിക്കുന്നുവെന്ന് എന്റെ അവസ്ഥ നിങ്ങളും അറിയേണ്ടതിന് പ്രിയ സഹോദരനും കർത്താവിൽ വിശ്വസ്ത ശുശ്രൂഷകനുമായ തിഹിക്കോസ് നിങ്ങളോട് സകലവും അറിയിക്കും. തെഹക്കോസ് ആണ് എഫേസ്യ ലേഖനം പോൾ എഴുതിയത് അവിടെ കൊണ്ട് കൊടുക്കുന്നു. ഇനി അവിടെ മാത്രമാണെങ്കിലും നമുക്ക് ഓക്കെ, അങ്ങനെ ഒരു സന്ദർഭം ഉണ്ടായിരുന്നു. കൊലോസ്യർക്കുള്ളതും തീത്തോസിനുള്ളത് പോലും ലേഖനങ്ങൾ ഈ ദൈവദാസനാണ് കൊണ്ട് കൊടുക്കുന്നതെന്നാണ് കരുതപ്പെടുന്നത്. ഒരു പക്ഷെങ്കിൽ ഈ 2 തിമോത്തിയോസ് പോലും എഫെസോസിൽ ശുശ്രൂഷിക്കുന്ന തിമോത്തിക്ക് തെഹക്കോസ് ആണ് കൊണ്ട് കൊടുക്കുന്നത് എന്നതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അങ്ങനെയാണെങ്കിൽ അദ്ദേഹത്തിന്റെ ശുശ്രൂഷ എന്താ? പൗലോസ് ആത്മനിറവിൽ കത്തെഴുതും. ബ്രദറിന്റെ ശുശ്രൂഷ എന്താ? ദൈവദാസനെ ഏൽപ്പിക്കുമ്പോൾ കൃത്യമായിട്ട് അത് കൊണ്ട് കൊടുക്കും. എന്തൊരു ശുശ്രൂഷയാണ്! ഇത് വല്ലതുമാണോ ശുശ്രൂഷ? ഞാൻ അതിനെ കാണുന്നത് വലിയ ശുശ്രൂഷയാണ്. അഭിഷക്തൻ എഴുതിയ കത്ത് വിശ്വസ്തമായിട്ട് ഇപ്പോൾ ഈ കേസിൽ തിമോത്തിക്ക് കൊടുത്തില്ലെങ്കിൽ ശീതകാലത്തിന് മുൻപ് ഇവിടെ എത്തത്തില്ല. വിശ്വസ്തയോടെ കൊണ്ട് കത്ത് കൊടുക്കുക. കുസൃതിക്കാരാണ് കത്ത് തിരുത്തുന്ന പുള്ളികളുമുണ്ട്, ഇല്ലേ? അത്ര വിശ്വസ്തനാണ് ഈ തെഹിക്കോസ്. അദ്ദേഹത്തിന്റെ ശുശ്രൂഷ ഇതാണ്: ദൈവത്തിന്റെ വചനത്തെ വിശ്വസ്തയോടെ അയക്കപ്പെട്ട ഇടത്ത് കൊണ്ട് കൈമാറുക. സ്തോത്രം. ഇന്നെങ്ങനെയാ ഇത്? നമുക്കൊരു ആപ്ലിക്കേഷൻ വരാൻ ഇന്നിപ്പോ സഭാ നേതൃത്വം കത്ത് കൊടുത്തയക്കുന്നുണ്ടോ? ഇല്ല. ഇന്നെല്ലാം എന്താ? ഡിജിറ്റലാ. ഈ പ്രസംഗത്തെ മുഴുവനും ക്യാപ്ചർ ചെയ്ത് എഡിറ്റ് ചെയ്ത്
ലോകരാജ്യങ്ങളിലേക്ക് എത്തിക്കുന്നതൊരു വലിയ ശുശ്രൂഷയാണ്. അവരിൽ പലരും മറഞ്ഞു കിടക്കുന്നവരാണ്. ഇപ്പോൾ നമ്മുടെ ഈ മീറ്റിങ്ങുകളൊക്കെ എഡിറ്റ് ചെയ്യുന്നത് ആരാണ്? ചെറിയൊരു യൗവനക്കാരൻ. ഇവിടെ പോലും ആർക്കും അറിയത്തില്ല ഈ മനുഷ്യനാണ് ചെയ്യുന്നത്. ലോകരാജ്യങ്ങളുടെ അനുഗ്രഹത്തിന് വേണ്ടി ഇവിടെ പറയുന്ന ദൈവവചനത്തെ അന്ന് കത്ത് കൊണ്ട് കൊടുക്കുക വിശ്വസ്തയോടെ. ഇവിടെ ക്യാപ്ചർ ചെയ്യുന്ന ഒരു കൂട്ടര്, എഡിറ്റ് ചെയ്യുന്ന ഒരു കൂട്ടര്, എല്ലാം ടീമായിട്ട് ചെയ്യുമ്പോൾ ദാറ്റ് ഈസ് എ മിനിസ്ട്രി. ഇന്നാരും ശ്ലാഹിക്കത്തില്ല, ഇന്ന് പൊക്കിക്കൊണ്ട് നടക്കത്തില്ല, പേര് വരത്തില്ല. പക്ഷെ ഇത് മൊത്തം കാണുന്ന ഒരു ദൈവമുണ്ട്. ആ ദിവസത്തിൽ ന്യായമായിട്ടുള്ളത് അർഹിക്കുന്നത് നമുക്ക് തരും. ശുശ്രൂഷയുടെ ഭാഗമാണ്. ദിസ് ഇസ് എ ടീം വർക്ക്. ദിസ് ഇസ് എ ടീം വർക്ക്. സ്തോത്രം. മനസ്സിലാകുന്നുണ്ടോ? അല്ല, നമ്മുടെ വർക്ക് എന്താ? ടീമിൽ ഇങ്ങനെയാണെന്ന് ഞാൻ ഇപ്പോഴും അറിയുന്നു. എന്ത് ചെയ്തു നമ്മള്? ജനറലി ഞാൻ ആ ചോദ്യം നിങ്ങളുടെ മുൻപിൽ വെക്കുകയാണ്. സഭ എന്താണ്? സഭയിലെ ശുശ്രൂഷകൾ എന്താണ്? ദൈവം ഓരോരുത്തരെ കുറിച്ച് എന്താണ് ആഗ്രഹിക്കുന്നത്? നമുക്ക് സഭയെക്കുറിച്ച് ഈ കാലഘട്ടത്തിൽ ഒരു റോങ് കൺസെപ്റ്റ് ആണ്. ആരോ എവിടെയോ എങ്ങനെയോ കാണിച്ചു തന്ന മാതൃക അനുസരിച്ച് സൗകര്യമുണ്ട് ഞായറാഴ്ച എല്ലാം കേട്ടേച്ച് പോവുക. അയ്യോ, നമ്മൾ എന്താണ്? നിങ്ങൾ വെറുതെ നിങ്ങളുടെ ഒരായുസ് പാഴാക്കുകയാണ്. പിന്നെ എവിടെയല്ലേ സൗകര്യം കിട്ടിയ രണ്ട് വേണ്ടാതീനം വേറെ ആൾക്ക് പറഞ്ഞു കൊടുക്കുക. ഇതിനെല്ലാം കൂടെ ആ ദിവസത്തിൽ എങ്ങനെ കണക്ക് കൊടുക്കുമെന്നായി പറയുന്നേ? അല്ല, ഞാൻ കിടക്കുന്നതിന് മുമ്പ് എല്ലാം അങ്ങ് ക്ഷമ ചോദിക്കും. ഓക്കെ, അടുത്ത ദിവസം ഞാൻ വേറെ ഒന്നുകൂടെ വെക്കും, ഒരു ഭാര്യയോട്. എന്നിട്ട് പക്ഷേ ഞാൻ രാത്രി കിടക്കുന്നതിന് മുമ്പ് എല്ലാം ക്ഷമ ചോദിക്കും. അപ്പം നമ്മൾ തമ്പുരാനെ എങ്ങനെയായിട്ടാ കണ്ടിരിക്കുന്നേ? ദൈവത്തെ അപ്പം നമ്മൾ എങ്ങനെയായിട്ടാണ് കണ്ടിരിക്കുന്നത്? Our revelation of God is so less. We think that you can play with God. God have mercy on you, brother. ശരിക്കും മാനസാന്തരപ്പെട്ടോണം. കളി തീക്കളിയാ, ഓർത്തോണം. വാഴവഴിയൊക്കെ വീട്ടിൽ നടത്തിക്കോണം. അവിടെ ഒക്കത്തില്ലെന്നുള്ളത് എനിക്കറിയാം. നല്ല പുള്ളിയല്ലയോ വീട്ടിൽ ഇരിക്കുന്നു. ഒന്നങ്ങോട്ട് പറഞ്ഞാൽ 100 ഇങ്ങോട്ട് പറയും. അത് ധൃതിയിൽ നല്ല പ്രാസം ഒപ്പിച്ച് അത് മേടിച്ചാൽ ഇവിടെ വന്ന് എന്തെങ്കിലും ഇവിടെ വേണ്ട. സ്തോത്രം. 8ാമത്തെ ആള് അത് എപ്പോ തീരുവന്നല്ലേ? തീർക്കാം. 13ാം വാക്യം. ഞാൻ ത്രോവാസിൽ കർപ്പോസിന്റെ പക്കൽ. അയ്യോ, കർപ്പോസ് എന്ന് പറഞ്ഞ പേരാ കേട്ടോ, ആദ്യമായിട്ട് കേൾക്കുക. കർപ്പോസിന്റെ പക്കൽ വെച്ചേച്ചു പോന്ന പുതപ്പും പുസ്തകങ്ങളും വിശേഷാൽ ചർമ്മലിഖിതങ്ങളും നീ വരുമ്പോൾ കൊണ്ടുവരിക. ശ്രദ്ധിക്കണം. 7ാമത്തെ ആളായിട്ട് ഞാൻ പറഞ്ഞത് തിഹിക്കോസ് എന്ന് പറയുന്നയാളാ. ഇദ്ദേഹത്തിന്റെ ചുമതലയിൽപ്പെട്ട കാര്യമാണ് ഒത്തിരി യാത്ര ചെയ്യണം. കാരണം ഈ വചനം കൊണ്ട് കൊടുക്കണം. കർപ്പോസ് വിശ്വസ്തന, യാത്ര ഒന്നും ചെയ്യല വീട്ടിൽ. അങ്ങനെയുള്ളവരും ടീമിലുണ്ട്. അതെന്തുവാ? പുസ്തകങ്ങളും ചർമ്മലിഖിതവും പൗലോസിന്റെ കോട്ടും ഒക്കെ പുള്ളിയുടെ കയ്യില്. ഇതെങ്ങനെ നിങ്ങളുടെ കയ്യിൽ കിട്ടിയത്? അദ്ദേഹം വല്ലപ്പോഴും വന്ന് ഇവിടെ താമസിക്കുമായിരുന്നു. ഇന്നാണേലോ, ഹലോ കുഞ്ഞെ, നീ വീട്ടിലുണ്ടോ? ഞാൻ അതുവഴി യാത്ര ചെയ്ത് അങ്ങോട്ട് വരട്ടെ. പക്ഷെ ഒന്നും തോന്നല്ലേ, ഞങ്ങൾ ഒരാഴ്ച ഇനി ഇല്ല. ഒരു ചർമ്മലിഖിതവും നമുക്ക് വേണ്ട. Paul many times must have stayed with Carpus. ഒരു പക്ഷെങ്കിൽ അദ്ദേഹം ത്രോവാസുകാരനായിരിക്കാനാണ് സാധ്യത. അത് പൗലോസ് ഓർത്തിട്ട് തിമോത്തിയോട് പറയാം, മർക്കോസിനെ മാത്രമല്ല കേട്ടോ, ഈ 3 കാര്യങ്ങളൂടെ പിക്കപ്പ്. അപ്പൊ തിമോത്തിയോസ് ഇനിയും ശരിക്ക് ചുറ്റിക്കറങ്ങിയൊക്കെ ഇതെല്ലാം തപ്പിപ്പിടിച്ച് കൊണ്ടുവരേണ്ടത്. പക്ഷെ യു ക്യാൻ കൗണ്ട് ഓൺ തിമോത്തി, ഹി വിൽ ഡു ഇറ്റ്. പാസ നാളെയായിട്ട് പാസ ഇപ്പൊ ഇത് ഞാൻ തിരുവല്ലായി പോകണം, പിന്നെ പത്തനംതിട്ട പോകണം, പിന്നെ അങ്ങോട്ട് പോകണം, ഇങ്ങോട്ട് പോകണം.
നമ്മളൊരു മനുഷ്യനല്ലേ പാസ്റ്ററെ? ആന്നു, നമ്മളെല്ലാം മനുഷ്യരാ, അതോർത്ത് സ്തോത്രം. But Timothy will say yes. എന്തിനാ ഈ പുതപ്പ്? എന്തിനാ പുതപ്പ്? പാസ്റ്റർക്ക് എന്തിനാ പുതപ്പ്? മോനെ, ശീതകാലം വരുന്നടാ. എന്നെ പുതപ്പ് കർപ്പസിന്റെ വീട്ടില്ല, നീ അത് കൊണ്ടുപോവാ. എന്നെ പാസ്റ്ററെ, അവിടെ ആരോടെങ്കിലും പറഞ്ഞ ഒരെണ്ണം വാങ്ങിത്തരത്തില്ലേ? എന്തിനിപ്പോ അവിടുന്ന് ഞാൻ ഇനി അതുവഴി കറങ്ങിപ്പോയി അതും മേടിച്ചോണ്ട്. എന്തായിരിക്കും കാരണം? ഇന്നത്തെ പോലെ അല്ല. സാമ്പത്തിക സംവിധാനം ഇന്നത്തെ പോലെ അല്ല. ഒരായുസ് മുഴുവനും കർത്താവിനെ പ്രസംഗിച്ചിട്ട് ഒരു കോട്ട് കർപ്പസിന്റെ വീട്ടിൽ വിട്ടേച്ച് വന്നിരിക്കുക. മോനെ, നീ അതുകൂടി ഇങ്ങ് കൊണ്ടുവരണം കേട്ടോ, ശീതകാലമാ. പ്രിസണിനകത്താ, ഡഞ്ചൻ, ഇറ്റ്സ് വെരി കോൾഡ്. ഈ പൗലോസിനെ പ്രസംഗിച്ച് ഇപ്പൊ പുതപ്പ് കമ്പനി ഉണ്ട് നമുക്ക്. ഞങ്ങൾ മോഡേൺ പുതപ്പുകൾ ഇറക്കും. ശരിയായ ശുശ്രൂഷകൻ പണക്കാരനാകത്തില്ല. ദൈവം ചിലപ്പോൾ പണം അനുവദിക്കും. അത് ദൈവരാജ്യ വ്യാപ്തിക്ക് വേണ്ടി ആത്മനിയോഗത്തിൽ കൊടുക്കുക. അവരവരുടെയും കുടുംബത്തിന്റെയും സംരക്ഷണത്തിന് ബൈബിൾ എതിരല്ല. പക്ഷേ ദൈവം തന്നതാണ് എന്ന് പറയുന്നവരോട് പറയാനുള്ളത്, അത് ദൈവഹിതമനുസരിച്ച് ചെലവഴിക്കണം. പോളിന്റെ മാതൃകയിൽ he has nothing to say. പിന്നെ പറയുന്നത് എന്തൊക്കെയാണ്? പുസ്തകങ്ങളും വിശേഷാൽ ചർമ്മലിഖിതങ്ങൾ. എന്താണ് ഈ പുസ്തകങ്ങൾ? പുസ്തകങ്ങൾ എന്നവിടെ ഒരു പക്ഷെങ്കിൽ പഴയ നിയമത്തിന്റെ പല വോളിയംസ് ആകാൻ സാധ്യതയുണ്ട്. അപ്പൊ ഉടനെ ഒരു ചോദ്യം, എന്തിനാ ബൈബിള്? ഏതായാലും കുറെ നാൾ കഴിയുമ്പം മരിക്കാൻ പോവല്ലേ, എന്തിനാ പുസ്തകം? What are you going to do? Listen. മാതൃക കൊണ്ട് പടി. അവസാന നിമിഷങ്ങൾ എണ്ണുന്ന മനുഷ്യന് വേദപുസ്തകം വായിക്കാനുള്ള ആവേശം. ഇന്ന് വായിച്ചാന്നോ വന്നത്? ഞാൻ ഇപ്പോഴാ വാസ്ത ചിന്തിച്ചത്, ശരിക്കും ഇന്നൊരബദ്ധം പറ്റിപ്പോയി, വായിച്ചില്ല. അല്ല ഇന്നലെയോ, അയ്യോ ഇപ്പോഴാ ഓർക്കുന്ന, ഇന്നലെയും പറ്റിയില്ല. കാരണം മഴയല്ലേ, തുണിയെല്ലാം വെളിയിലിട്ടേക്കായിരുന്നു, എല്ലാം കൂടെ ഓടിച്ചാടി അതെല്ലാം കൂടെ എടുത്തു വന്നു. പിന്നെ എന്തവല്ല ആയിരുന്നു, ഒന്നും പറയണ്ട. ഇത് മരിക്കാൻ പോവാ നാളെ. നാളെ ഇൻ ദ സെൻസ് ഇൻ എ ഫ്യൂ ഡേയ്സ് ഓർ മേ ബി ഇൻ എ ഫ്യൂ വീക്സ്. ആ മനുഷ്യന്റെ ഉള്ളിൽ എന്ന് പറഞ്ഞാൽ മരിക്കുന്നിടം വരെ ഹീസ് എ സ്റ്റുഡന്റ് ഓഫ് ദ വേൾഡ്. ശരിക്കും മാനസാന്തരപ്പെട്ട് ദൈവകൃപയിലാണ് ഈ ആവേശമാണ് നമ്മുടെ അകത്തുണ്ടാകേണ്ടത്. ചർമ്മലിഖിതം എന്താണ്? മൃഗങ്ങളുടെ തോല് കൊണ്ട് ഉണ്ടാക്കുന്ന സ്ക്രോളുകളാണ്. അത് വളരെ എക്സ്പെൻസീവ് ആണ്. അതുകൊണ്ട് തന്നെ അത്ര വിലപിടിപ്പുള്ളതായതുകൊണ്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡോക്യുമെന്റ്സിന് വേണ്ടിയാണ്. അപ്പൊ ഇവിടെ ഒരു പക്ഷെങ്കിൽ പൗലോസ് എഴുതിയ എഴുത്തുകളായിരിക്കാം, അല്ലെങ്കിൽ ബ്ലാങ്ക് ഷീറ്റുകൾ, ചർമ്മലിഖിതം. ബ്ലാങ്ക് ഷീറ്റ് കൊണ്ട് എന്ത് കൊടുക്കാൻ ഈ കാരാഗ്രഹത്തിൽ? എനിക്ക് എഴുതണം. ഇതെന്തൊരു ആവേശമാണ്. ദാറ്റ്സ് പോൾ. നീ വരുന്ന വഴിക്ക് അതുകൂടെ പിക്കപ്പ് ചെയ്ത് എന്ന് പറഞ്ഞാൽ അവസാന ശ്വാസം വരെ ഐ വിൽ റൈറ്റ്, ഐ വിൽ റീഡ്. വേർഡിനോടുള്ള കൂറ് കണ്ടോ? ഈ മനുഷ്യനാണ് രണ്ടാം വാക്യത്തിൽ പറയുന്നത്, യു പ്രീച്ച് ദ വേർഡ്. ഉണ്ടായിട്ടുണ്ടോ ഈ ആവേശം? ഞാൻ എൻ്റെ പേഴ്സണൽ അനുഭവം പറയാം. എൻ്റെ ജോയ് എന്ന് പറയുന്നത് ടു സിറ്റ് വിത്ത് ദ ബൈബിൾ, മൈ ഡിയർ ബ്രദേഴ്സ്. ഐ ആം ലീസ്റ്റ് ഇൻട്രസ്റ്റഡ്. വിദേശയാത്ര, ഇവിടെ എത്ര വിദേശയാത്ര വരുന്നു? ലീസ്റ്റ് ഇൻട്രസ്റ്റഡ്. ദൈവം അയച്ചാ പോ, അത്രേ ഉള്ളൂ. മൈ ജോയ് is in this book. In the book, and the Lord the book reveals. ബൈബിൾ വെളിപ്പെടുത്തുന്ന ത്രിയേക ദൈവം. That's my joy. ഓരോ വാക്കും പഠിക്കുക, ഓരോ വാക്യവും പഠിക്കുക. മണിക്കൂറുകൾ ഇരുന്ന് when I get tired ഒന്ന് എഴുന്നേക്കും. കാരണം പിന്നെ ഇനി ഒരു സെക്കൻഡ് ഇരിക്കാൻ ഒക്കത്തില്ല. തെറ്റിദ്ധരിക്കല്ലേ, ഞാൻ ഭക്ഷണം കഴിക്കുന്നുണ്ട് കേട്ടോ, ഞാൻ ഫോൺ അറ്റൻഡ് ചെയ്യുന്നുണ്ടേ. അല്ല, പുള്ളി ഉറക്കം എഴുന്നേറ്റ പിന്നെ ഉറക്കത്തിലും അങ്ങനെ ആണെന്നാ തോന്നുന്നു. അങ്ങനല്ല, എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. ബട്ട് ദ ജോയ്, ഐ എം കോൺസെൻട്രേറ്റിംഗ് ഓൺ ദ വേർഡ്.
പൗലോസൊക്കെ എത്ര ആവേശമാണ് നമുക്ക് തരുന്നത് അല്ലേ? ഹല്ലേലൂയ. ഇതെല്ലാം ടീമിന്റെ നെറ്റ്വർക്കാണ്. ഇറ്റ്സ് ഓൾ എ ടീം. ഞാൻ തൽക്കാലം എന്ന് ഇവിടെ നിർത്താം. കാരണം എൻ്റെ പ്രശ്നം ഇതാണ്. ഇപ്പം ഞാൻ ബി പാർട്ടായിട്ട് വെക്കും. അടുത്ത ഞായറാഴ്ച ആകുമ്പോഴത്തേക്ക് എനിക്ക് ആവേശമാകും. കർത്താവ് വേറെ എന്തെങ്കിലും. എന്നാലും അടുത്ത വാക്യം ഒന്ന് വായിക്കാം. 14 വാക്യം. ചെമ്പുപണിക്കാരൻ അലക്സാണ്ടർ. നല്ല പേരാ കേട്ടോ, അലക്സാണ്ടർ. ചെമ്പുപണിക്കാരൻ. അപ്പോൾ ഒരാളെ ടാർഗറ്റ് ചെയ്തിട്ടുണ്ട്. എനിക്ക് വളരെ ദോഷം ചെയ്തു. ഇങ്ങനെയുള്ള പുള്ളികളും ഉണ്ട്. അവന്റെ പ്രവർത്തികൾക്ക് തക്കവണ്ണം കർത്താവ് അവന് പകരം ചെയ്യൂ. അയ്യോ, ഇരുപ്പതാ കുഞ്ഞേ, ഇരുപ്പതാ എന്ന് പറഞ്ഞാൽ എനിക്ക് വാശിയും വൈരാഗ്യം ഒന്നുമില്ല, പക്ഷെ നിനക്ക് പണി കിട്ടും. ഇപ്പൊ വ്യാഖ്യാനിക്കാൻ നിൽക്കുന്നില്ല. അടുത്ത ആഴ്ച കർത്താവിന്റെ ഹിതമെങ്കിൽ. എന്നിട്ട് 15 വാക്യം കൂടെ വായിച്ചോ മോളെ. അവൻ നമ്മുടെ പ്രസംഗത്തോട് അത്യന്തം എതിർത്ത് നിന്നതുകൊണ്ട് നീയും അവനെ സൂക്ഷിച്ചു കൊള്ളുക. ദൈവവചനത്തോട് കളിയാക്കുക, എതിർക്കുക. ഇങ്ങനെയുള്ളവരെ സഭ നോട്ട് ചെയ്തോണം. We have nothing to do with them. Nothing to do with them. അവർ ശുശ്രൂഷയ്ക്കെതിരാണ്, അവർ സഭയ്ക്കെതിരാണ്, അവർ ദൈവവചനത്തിനെതിരാണ്. ചെമ്പുപണിക്കാരൻ അലക്സാണ്ടർ, നീ അവനെ സൂക്ഷിക്കണം. കാരണം അവൻ എനിക്കൊന്ന് എഫെസോസിൽ കറങ്ങടിക്കുന്നുണ്ട് കേട്ടോ. എന്നോട് അവൻ എതിർത്തതാണ്. നിന്നെ അവൻ ഒതുക്കാൻ നോക്കും. അവനെ സൂക്ഷിച്ചോണം. സ്തോത്രം. ഞാൻ വാക്കുകൾ ഇവിടെ നിർത്തുക. അതോർത്തൊന്ന് സ്തോത്രം ചെയ്തു. ദൈവമക്കളെ, ഒറ്റയാൻ പട്ടാളമല്ല നമ്മളെല്ലാം ഒരു കുടുംബത്തിന്റെ ഭാഗമാണ്. നമ്മളെല്ലാം ഒരു ടീമിന്റെ ഭാഗം. നിങ്ങളൊന്ന് ശ്രദ്ധിച്ചേ. നിങ്ങളുടെ വീടിനെ തന്നെ ഇങ്ങനെ വീട്, സഭ എല്ലാം ടീമാണ്. അപ്പൊ ഞാൻ ഞങ്ങളുടെ വീട്ടിലിരുന്നോണ്ട് തന്നെ പറയാം, എൻ്റെ ഭാര്യ എന്നെ പിള്ളേരല്ലേ കൊച്ചു, ആ പിള്ളേരെ ഭയങ്കര വഴക്ക. ഞാൻ എൻ്റെ വീടിനെ കുറിച്ച് തന്നെ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുക. നാട്ടുകാരവർക്ക് ഇവനേതാണ്ട് പ്രശ്നമാണ്. ഇതുപോലെ സഭയ്ക്കകത്ത് വന്ന ചില പുള്ളികൾ, ഇന്നത്തെ പ്രസംഗം എടാ നിന്നെയാടാ നോക്കിയത്, ഞാൻ കണ്ടതായിരുന്നു ഭാഷ, നിന്നെ ആ സമയത്ത് നോക്കുന്നു. അയ്യോ, ഇവനൊക്കെ എന്ന് പറഞ്ഞാൽ സൂപ്പർ പാരകളാ. എന്താണ്? മലയാളം അറിയത്തില്ലല്ലേ? പാര. ഇംഗ്ലീഷ് അറിയത്തുള്ളൂ. ഇംഗ്ലീഷ് പാര. സഭയുടെ അകത്തിരുന്നുകൊണ്ട് സഭയുടെ നന്മ കിട്ടുന്ന പുള്ളികൾ സഭയ്ക്കെതിരെ പ്രവർത്തിക്കുകയാണെങ്കിൽ ഞാൻ നിങ്ങളോട് പറയാം, ഒരു സെക്കൻഡ് നിങ്ങൾ നിൽക്കരുത്. നിങ്ങൾക്ക് സിസ്റ്റം ഇഷ്ടമല്ലേ, ഇവിടെ നിന്നുകൊണ്ട് ഇതൊന്നും നന്നാക്കാൻ നിങ്ങൾ നോക്കണ്ട. ഇവിടെ ദൈവവചനം പറയും. അല്ല, അവിടെ വന്ന ഭയങ്കര വന്ന് എനിക്കങ്ങ് ഏതാണ്ട് പോലെ തോന്നുന്നു. അങ്ങോട്ട് പോകണം, നിനക്ക് ഏതാണ്ട് പോലെ തോന്നുന്നു, അങ്ങോട്ട് പോ. എന്തിനാ മടിക്കുന്നേ? അതുകൊണ്ട് നമുക്ക് വ്യക്തി വൈരാഗ്യം ഒന്നുമില്ല. ഇവിടെ ഒരുത്തൊരു സന്തോഷം ഒരിടത്താ, അവിടെ പോകണം. ടീമിനകത്ത് നിന്ന് പ്രശ്നം ഉണ്ടാക്കരുത്. നിങ്ങൾ എത്രയോ ടീം ഗെയിംസ് കളിച്ചിട്ടുണ്ട്. അന്നേ ഗുണപ്പെടാത്ത കാലത്ത് ഒരുത്തം പന്ത് കൊണ്ടുപോകാൻ നമുക്ക് വേണ്ട പാസ് തരുത്. നമ്മളെന്താ പറയും, നിങ്ങൾക്ക് ആരാണ് നിന്നെയൊക്കെ എടുത്ത് ഭയങ്കര വിഷയം ഉണ്ടാക്കിയിട്ടില്ലയോ, കാണിച്ചു തരാം നിന്നെ, ഇതൊക്കെ പറഞ്ഞിട്ടില്ല. എന്താണ്? ടീമിൽ കളിച്ചാൽ ഒറ്റക്കെട്ടായി ഫുട്ബോൾ കളിക്കുന്ന നമ്മുടെ മോന് മനസ്സിലായി. ഇതുപോലെയാണ് ചർച്ച്. വി ആർ വൺ ബോഡി, വൺ ഫാമിലി, വൺ ആർമി. അകത്ത് നിന്ന് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ആള് ദൈവകൃപയിലല്ല, ദൈവാത്മാവിലല്ല, പ്രശ്നക്കാരനാ. അങ്ങ് ഓർത്തു പോയോണ്ട് പറഞ്ഞ ചെമ്പുകാരന്റെ കാര്യമാണ് പറഞ്ഞത്. ഗോഡ് ബ്ലസ് യു. ഈ വചനത്താൽ ദൈവം നമ്മളെ ശുദ്ധീകരിക്കട്ടെ, നമ്മളെ അനുഗ്രഹിക്കട്ടെ. വീണ്ടും തിരിഹിതമെങ്കിൽ അടുത്ത ആഴ്ച ഇതിന്റെ ബാക്കി നമുക്ക് പഠിക്കണം. അയ്യോ, ഇനിയും കുറച്ച് വാക്യങ്ങളേ ഉള്ളൂ. മതി. ഗോഡ് ബ്ലസ്.